അപ്പൊ നമുക്ക് ബാക്കി 50 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. 50 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. സോ സെക്കൻഡ് ഈ പാർട്ടാണ് ആദ്യം കാണുന്നതെങ്കിൽ ആദ്യത്തെ പാർട്ടിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. ഓക്കെ. സോ 51ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് അമോങ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് റെഫറൽ സിസ്റ്റം ഇൻ കേരള? ഓപ്ഷൻ എ സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. Option B, sub-center, community health center, primary health center, district hospital. Option C, community health center, primary health center, district hospital, sub-center. Option D, district hospital, primary health center, community health center, sub-center. അത് ശരിക്കും പറഞ്ഞാല് എന്താ പറയണ്ടേ, ആ ഏരിയ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും ഏറ്റവും ചെറുത് ഏത് വലുത് ഏതെന്നുള്ള ആ ഒരു ഹയറാർക്കിയിൽ അങ്ങ് ഓർത്താൽ മതി. ചെറുതിൽ നിന്ന് വലുതിലോട്ട് റെഫറൽ വരും. സോ സ്വാഭാവികമായിട്ട് ആദ്യം ചെറുത് സബ് സെന്റർ, അതിന് മുകളിലുള്ളത് പ്രൈമറി ഹെൽത്ത് സെന്റർ, പിന്നെ CHC, പിന്നെ വരുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. കമ്മ്യൂണിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ബാലൻസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ന്യൂട്രീഷൻ എന്നുള്ളത്. ഐഡന്റിഫൈ ദ ന്യൂട്രിയന്റ് ഓഫ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസിൽ വരുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന്. ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്. ഓപ്ഷൻ എ എന്നല്ല, 1, 2, 3 പിന്നെയാണ് ഓപ്ഷൻ കൊണ്ടുവന്നേക്കുന്നത് അല്ലെ. കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് എന്താ പറയുന്നത് ചേർത്തിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ 1 കാർബോഹൈഡ്രേറ്റ്, 2 ഫാറ്റ്, 3 പ്രോട്ടീൻ, 4 വൈറ്റമിൻ, 5 മിനറൽ. മനസ്സിലാക്കേണ്ട കാര്യം പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് മാക്രോ ന്യൂട്രിയൻസ് എന്നും പറയും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ എനർജി ഈൽഡിങ് ന്യൂട്രിയൻസ് എന്നും പറയും. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസും പറയാൻ കാരണം ഇതാണ് നമ്മുടെ ഫുഡിന്റെ ബൾക്ക് എന്ന് പറയാം, ബൾക്ക് ഫോമിംഗ് എന്ന് പറയാം, മെയിൻ ഫുഡിന്റെ മെയിൻ കണ്ടന്റ്സ് എന്ന് പറയാം. സോ അത് മെയിൻ ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും ലിപ്പിഡ്സും ആണ്, ഫാറ്റും ആണ്. ഓക്കെ, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ലിപ്പിഡ്സ്. ഇത് 3 ചേരുന്നതാണ് മെയിൻ ബൾക്ക് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്താ പറയുന്നത് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മൈക്രോ ന്യൂട്രിയൻസിലാണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആൻസർ കിട്ടി 1, 2, 3 ആണ്. സോ 1, 2, 3 വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2 and 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത് ഹൗ മെനി മെഗാ ഡോസസ് ഓഫ് വൈറ്റമിൻ എ ആർ ഗിവൺ ഇൻ ദി വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം? വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസിൽ ആദ്യം നമ്മൾ 1 lakh ഡോസും പിന്നെ 2 lakh ഡോസസും ആണ് കൊടുക്കുന്നത്. 5 വയസ്സിൽ താഴെ മൊത്തം കണക്ക് കൂട്ടുമ്പോൾ 9 ഡോസസ് ആണ് കൊടുക്കേണ്ടത്. സോ റൈറ്റ് ആൻസർ ഈസ് 9. ഓപ്ഷൻസ് പറഞ്ഞില്ല. ഓപ്ഷൻ എ 5 മെഗാ ഡോസസ്, ഓപ്ഷൻ ഡി 10 മെഗാ ഡോസസ്, ഓപ്ഷൻ സി 9 മെഗാ ഡോസസ്, ഓപ്ഷൻ ഡി 11 മെഗാ ഡോസസ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 9 മെഗാ ഡോസസ്. അടുത്തത് അപ്പം എന്താ പറയണ്ടേ, അത് 2 എടുത്ത് പെടുത്താം, 2 അല്ല 3 എടുത്ത് വേണമെങ്കിലും വരും. സോ ന്യൂട്രീഷനിലുണ്ട്, കമ്മ്യൂണിറ്റിയിലുണ്ട്, വേണമെങ്കിൽ നഴ്സിംഗ് ഫൗണ്ടേഷനിലും കൊണ്ടുവരാം ആ ഒരു ക്വസ്റ്റ്യൻ. പെൻഡാവാലന്റ് വാക്സിൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദി ഫോളോയിങ് വാക്സിൻ അല്ലെ. ചൂസ് ദ റൈറ്റ് ആൻസർ. ഞാനത് ആൻസറിലോട്ട് പറയാം, കുറേ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ റൈറ്റ് ആൻസർ ഏതാന്ന് ചോദിച്ചാല് ഓപ്ഷൻ ഡി ആണ്. പെൻഡാവാലന്റ് 5 വാക്സിൻസിന്റെ കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ DPTയും പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും പിന്നെ ഹിബും വരുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അവിടെ വലിയ എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണത്. അത് അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അത് പോയി ക്ലിക്ക് ചെയ്യാനും പറ്റും, ടിക്ക് ചെയ്യാനും പറ്റും അല്ലെ. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ WIFS പ്രോഗ്രാം, ഓക്കെ, വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം, the target age group is option A 15 to 45 years, option B 1 to 5 years, option C 10 to 19 years, option D above 60 years. മനസ്സിലാക്കേണ്ട കാര്യം അയണും ഫോളിക് ആസിഡും കൊടുക്കുന്ന സപ്ലിമെന്റേഷൻ കൊടുക്കുന്ന പ്രോഗ്രാമാണിത്. ഇതിന്റെ ടാർഗറ്റ് ഉദ്ദേശിക്കുന്ന ടീമുകൾ എന്ന് പറഞ്ഞാൽ അഡോളസന്റ് ഗ്രൂപ്പാണ്. അത് ഫീമെയിൽസും വരും മെയിൽസും വരും, ഓക്കെ, ബോയ്സും ഗേൾസും വരും. അഡോളസന്റ് ഗ്രൂപ്പില് ശരിക്കും പറഞ്ഞാൽ അനീമിയ പ്രിവെന്റ് ചെയ്യാന്നുള്ളത്, ന്യൂട്രീഷൻ റിലേറ്റഡ് അനീമിയ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. സോ അതുകൊണ്ട് തന്നെ അഡോളസന്റ് എന്ന് വന്നപ്പോൾ തന്നെ അതിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വരാൻ സാധിക്കും. 10 to 19 ഇയേഴ്സ് ആണ്. 10നും 19നും ഇടയ്ക്ക് പ്രായമുള്ളവരിലാണ് എന്താ പറയേണ്ടത് WIFS പ്രോഗ്രാമിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് a cervical cancer screening was conducted in a rural community among 100 adult population.
During the survey, it was found that 8 women already diagnosed with the cancer of cervix and 12 new cases of cancer of cervix identified. Estimate the prevalence of cancer of cervix in the community. Prevalence കണ്ടുപിടിക്കാൻ വേണ്ട. Prevalence എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഫോർമുല വരുന്ന ടോട്ടൽ കേസസ് വരും. ന്യൂ കേസസും ഓൾഡ് കേസസും എല്ലാം കൂടെ ചേർത്തിട്ട് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് പ്രിവലൻസിന്റെ ഫോർമുല വരുന്നത് അല്ലെ. സോ നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രിവലൻസ്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. കമ്മ്യൂണിറ്റി ടോട്ടൽ പോപ്പുലേഷൻ 1000 പോപ്പുലേഷൻ ആണ് അല്ലെ. അവിടെ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. മെയിൽസ് 440, ഫീമെയിൽസ് 560, 560. സോ ടോട്ടൽ പോപ്പുലേഷൻ ഇസ് 1000. ഓൾറെഡി ഓൾഡ് കേസസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 8 ആണ്. കാരണം ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കേസസ് ന്യൂ കേസസ് 12 ആണ്. ഞാൻ പറഞ്ഞല്ലോ രണ്ടും കൂടെ ചേർത്ത് കൂട്ടണം. സോ 12 + 8 ഓൾഡും ന്യൂ കേസസും ചേർത്ത് 12 + 8 20 വരും. 20 ബൈ ടോട്ടൽ പോപ്പുലേഷൻ 1000 ഇൻറ്റു 100 കണക്കൂട്ടി വരുമ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കോണം. ഓപ്ഷൻ എ വരും 2% വരും. ഓപ്ഷൻ എ 2%, ഓപ്ഷൻ ബി 3.57, ഓപ്ഷൻ സി 2.14%, ഓപ്ഷൻ ഡി 1.45%. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2%. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ രീതി തന്നെയാണ്. സോ ഓപ്ഷൻ എ 2% വരും. അടുത്തത് ഐഡന്റിഫൈ ദ പബ്ലിക് ഹെൽത്ത് ഫംഗ്ഷണറീസ് അറ്റ് ദി പബ്ലിക് ഹെൽത്ത് സെന്റർ. PHCയിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള. PHCയിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു MCH ഓഫീസർ ഉണ്ടാവും, ഒരു PHN ഉണ്ടാവും, ഒരു JPHN ഉണ്ടാവും. ഓക്കെ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. MCH ഓഫീസർ, PHNS, എന്താ പറയുക, JPHN. ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കിയേക്കാം. ഓപ്ഷൻ എ ആശ, JPHN, PHN. ഓപ്ഷൻ ബി PHN, JPHN, DPHN. മൂന്നാമത്തത് സി MCH ഓഫീസർ, PHNS, JPHN. പിന്നെ ഓപ്ഷൻ ഡി ആശ, MCH ഓഫീസർ, JPHN. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ 58. വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തതാണ്. അപ്പൊ അറിഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. അതിനകത്ത് 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, 2 കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, 3 ഇന്റർസെക്ടോറൽ എന്താ പറയുന്നത് കോർഡിനേഷൻ അല്ലെ അപ്രോച്ച് എന്ന് പറയും. 4 മൾട്ടി ഡയമെൻഷണലി ഓഫ് ഹെൽത്ത്. അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിയാണ്. ഓക്കെ. അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയും. അങ്ങനെ 4 പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനമായിട്ട് പ്രൈമറി ഹെൽത്ത് കെയറിൽ വരുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ ടോപ്പിക്കുകളൊക്കെ എങ്ങനെ ഒരു ബ്രില്യന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ്. അതിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിപ്പിക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാറുള്ള. സോ റൈറ്റ് ആൻസർ 4 പ്രിൻസിപ്പിൾസിൽ ശരിക്കും വരാത്തത് മൾട്ടി ഡിസിപ്ലിനറി ഓഫ് ഹെൽത്ത് ആണ്. ഓക്കെ. സോ നോട്ട് എ പ്രിൻസിപ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് റെഗുലർ എക്സസൈസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ. 89. ഓപ്ഷൻ എ പ്രൈമറി പ്രിവെൻഷൻ, ഓപ്ഷൻ ബി സെക്കൻഡറി പ്രിവെൻഷൻ, ഓപ്ഷൻ സി ടെർഷറി പ്രിവെൻഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ റെഗുലർ എക്സസൈസ് നമുക്കറിയാം. ഓരോ മെയിൻ ആയിട്ടുള്ള പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷനിൽ നമ്മൾ മെയിനായിട്ട് ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും ആണ്. രണ്ടാമത്തത് ഏർലി ഡയഗ്നോസിസ്, മെയിൻ ഇന്റർവെൻഷൻസ് ആണ് പറയുന്നത്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കയ്യിൽ നിന്ന് പോയതിനു ശേഷമുള്ള പ്രിവെൻഷൻ ആണ്. എന്ന് വെച്ചാൽ റീഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി ലിമിറ്റേഷൻ ഒക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള പ്രിവെൻഷൻ എന്ന് വെച്ചാൽ അത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയേണ്ടി വരും. കാരണം ശരിക്കും അസുഖത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കൊടുക്കുന്ന പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി പ്രിവെൻഷനാണ്. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എക്സസൈസ് ഒരു അസുഖം അല്ലെ, പ്രത്യേകിച്ച് CAD പോലെയുള്ള അല്ലെ അങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഹെൽത്ത് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് അത് എക്സസൈസ് വരുന്നത്, റെഗുലർ എക്സസൈസ് വരുന്നത് പ്രൈമറി പ്രിവെൻഷനിൽ ഇവിടെ ഉൾപ്പെടുത്താം. ഓക്കെ. പ്രിമോഡിയൽ പ്രിവെൻഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടില്ല. ഓപ്ഷൻ എ ആണ് പ്രൈമറി പ്രിവെൻഷൻ. അടുത്തത് 60. വിച്ച് ഈസ് നോട്ട് എ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഓക്കെ. ഓപ്ഷൻ എ കോണ്ടോം, ഓപ്ഷൻ ബി സെർവിക്കൽ ക്യാപ്, ഓപ്ഷൻ സി കോപ്പർ ടി, ഓപ്ഷൻ ഡി ഡയഫ്രം. ബാരിയർ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന് ടെമ്പററി മെത്തേഡ്സും ഉണ്ട്, പെർമനന്റ് മെത്തേഡ്സും ഉണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 2 കാറ്റഗറി അതിൽ തന്നെ വന്നിട്ടുണ്ട്. ടെമ്പററി മെത്തേഡ്സിൽ തന്നെ ബാരിയർ മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഇൻട്രായൂട്രൈൻ ഡിവൈസസ് IUDയിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കോപ്പർ ടി എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ആൻസർ. ഈ ബാരിയർ മെത്തേഡ്സ് പ്രധാനമായിട്ട് എന്താ പറയണ്ടേ, ഈ സ്പേം ഡിപ്പോസിഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി വജൈനയിലോട്ട് സ്പേം ഡിപ്പോസിഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയുന്നത്
ബാരിയർ മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ബാരിയർ മെത്തേഡ്സിൽ ഉൾപ്പെടുത്താത്ത അത് തന്നെ വിച്ച് ഇസ് നോട്ട് എ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ. സോ അതുകൊണ്ട് തന്നെ ബാക്കി 3 ഉണ്ട്, റൈറ്റ് ആൻസേഴ്സ് ആണ്. കോണ്ടം, സെർവിക്കൽ ക്യാപ്പ്, ഡയഫ്രം വരുന്നുണ്ട്. പക്ഷെ കോപ്പർട്ടി മറ്റൊരു കാറ്റഗറിയിൽ വരുന്നതാണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസിൽ വരുന്നതാണ്. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സ്പെക്ടഡ് വെയിറ്റ് kg അല്ലെ, ബ്രാക്കറ്റിൽ kg ഓഫ് എ കിലോഗ്രാമില് വെയിറ്റ്, എക്സ്പെക്ടഡ് വെയിറ്റ് എത്രയാണ് ഓഫ് എ ചൈൽഡ് അറ്റ് ദി ഏജ് ഓഫ് 8 years ഈസ്, 8 വയസ്സിൽ എക്സ്പെക്ടഡ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യും, നമ്മള് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഗ്രൂപ്പിൽ അതിനകത്തൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീച്ച് ഫോർമുല എന്ന് പറയും. ഓക്കെ, വീച്ചസ് ഫോർമുല. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെക്ടഡ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാല് 8 വയസ്സുള്ള എന്താ പറയുന്നത് ഈ ഒരു റേഞ്ച്, ഇത് പല റേഞ്ചിൽ വരും. 7 to 12 years വരുമ്പോൾ എക്സ്പെക്ടഡ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏജ് ഇൻ ഇയേഴ്സ് ഇൻറ്റു 7 - 5/2 ഇതാണ് അതിന്റെ ഫോർമുല. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഏജ് ഇൻ ഇയേഴ്സ് ഇവിടെ എത്ര വയസ്സ്, സോറി ഇയേഴ്സ് എത്ര കൊടുത്തിരിക്കുന്നത്, വയസ്സ് എത്ര കൊടുത്തിരിക്കുന്നത്, 8 വയസ്സാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, 8 വയസ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ 8 അല്ലെ, 8 into 7 - 5, 8 into 7 56, 56 - 5 എത്ര വരും, 51 വരും. 51/2 അല്ലെ, എത്ര വരും, ഏകദേശം ഒരു 25.5 സംതിങ് വരും അല്ലെ, 25.5 വരും. പക്ഷെ നമുക്കിത് എക്സാക്റ്റ് ആയിട്ട് ഇവിടെ ആൻസർ വന്നിട്ടില്ല, 28.5 ആണ് അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നത്. കൺഫ്യൂസിങ് ആണത്. പക്ഷെ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഏകദേശം ഒരു 25.5 ആ ഒരു രീതിയിലാണ് നമുക്ക് ആൻസർ വരേണ്ടത്. സോ അത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് 25.5 അടുത്ത് നിൽക്കുന്ന 28.5 ആണ്. അത് എക്സ്പെക്ടഡ് ഏജ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അടുത്തത്, ഇൻഫോംഡ് കൺസെന്റ് ഈസ് കൺസെന്റ് ഗിവൺ ബൈ എ ചൈൽഡ് ബിലോ ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് കൺസിഡേർഡ് ഇൻവാലിഡ് ലീഗലി. ഓക്കെ, ഇൻഫോംഡ് കൺസെന്റ് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ എസ്പെഷ്യലി പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സിനും മേജർ പ്രൊസീജിയേഴ്സ് ലൈക്ക് സർജറീസ് പോലുള്ള കേസുകളിലൊക്കെ ഇൻഫോംഡ് കൺസെന്റ് എടുക്കുമ്പോൾ എന്താ പറയുന്നത്, ഇൻവാലിഡ് ആയിട്ട് ലീഗലി വാലിഡ് അല്ലാതാവുന്നത് ഏത് ഏജ് ആണെന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ലീഗലി വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾക്കറിയാം 18 വയസ്സിന് മുകളിലാണ് അല്ലെ. സോ 18 വയസ്സിൽ താഴെയുള്ള പ്രത്യേകിച്ച് കുട്ടികൾ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നമുക്ക് കൺസെന്റ് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലീഗൽ എന്താ പറയുന്നത് ഗാർഡിയൻ അവരുടെ എന്താ പറയുക കൺസെന്റോടെ വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് തന്നെ ലീഗലി ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 18 വയസ്സിൽ താഴെ ആകുമ്പോഴാണ്. ഓക്കെ, ബൈ എ ചൈൽഡ് ബിലോ ഡാഷ് ഇയേഴ്സ്, അത് തന്നെ 18 വയസ്സിൽ താഴെ. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏജ് ഗ്രൂപ്പ് ഹു ആർ മോസ്റ്റ് അറ്റ് റിസ്ക് ഫോർ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൽനെസ് ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ ഈസ്. ഹോസ്പിറ്റലൈസേഷനും ഇൽനെസ്സും അല്ലെ ഫലമായിട്ട് കൂടുതൽ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏജ് ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ ടോഡ്ലർ സാധ്യത കുറവാണ്. ടോഡ്ലർ, പ്രീ സ്കൂളർ, അഡോളസെൻസ്. ഒരു കൺഫ്യൂസിങ് ആണ്, അതെനിക്കും എന്താ പറയണ്ട അത്രയ്ക്ക് ഉറപ്പില്ല. പ്രീ സ്കൂളർ ആകാനാണ് സാധ്യത. പ്രീ സ്കൂളർ പക്ഷെ സ്കൂളറും വരാം ആ രീതിയിൽ. പക്ഷെ കൂടുതൽ എന്താ പറയുന്നത് അസുഖങ്ങളുടെ സാധ്യത കൂടുതലുള്ള പ്രീ സ്കൂളറിലാണ്. ടോഡ്ലറിൽ അത്രയ്ക്ക് കൊഗ്നിറ്റീവ് ഇത് വന്നിട്ടില്ല സ്ട്രെസ് അടിക്കാനായിട്ടുള്ള. സോ സ്വാഭാവികമായിട്ടും സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രായം എന്ന് വെച്ചിട്ടും കൊഗ്നിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുന്നത് ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ ആകുന്ന ഒരു പ്രായം എന്ന് വെച്ചിട്ടും പിന്നെ അസുഖങ്ങളുടെ സാധ്യത വെച്ചിട്ടും പ്രീ സ്കൂളർ കണക്ട് ചെയ്യാം. പക്ഷെ അത് ഉറപ്പുള്ളതല്ല കേട്ടോ. ഓപ്ഷൻ ബി. അടുത്ത 64, ഗിവിംഗ് അതർ ഫുഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഇൻ അഡീഷൻ ടു ബ്രസ്റ്റ് മിൽക്ക് ഓർ നോൺ ഹ്യൂമൻ മിൽക്ക് ടു ആൻ ഇൻഫാന്റ് ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അത്, ഒന്നും കൊണ്ട് തെറ്റിക്കാൻ പാടില്ല. പാർഷ്യൽ ബ്രസ്റ്റ് ഫീഡിംഗ്, ഓപ്ഷൻ ബി ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് ഫീഡിംഗ്, ഓപ്ഷൻ സി റീപ്ലേസ്മെന്റ് ഫീഡിംഗ് ആൻഡ് ഓപ്ഷൻ ഡി കോംപ്ലിമെന്ററി ഫീഡിംഗ്. ഓപ്ഷൻ ഡി കോംപ്ലിമെന്ററി ഫീഡിംഗ് ആണ്. നമ്മൾ എന്താ പറയണ്ടത് വീനിങ് എന്നും പറയും അല്ലെ. സാധാരണഗതിയിൽ ഒരു 6 മാസത്തിന് ശേഷം ബ്രസ്റ്റ് മിൽക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ സപ്ലിമെന്ററി ഫുഡ്സും കൂടെ ആഡ് ചെയ്യും. സോ അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത 65ാമത്തത്, അക്കോർഡിംഗ് ടു WHO റെക്കമെൻഡേഷൻ ഇൻ COVID-19 പാൻഡമിക് generally children aged 5 years and below should wear which type of mask? Okay, so റീസെന്റ് ആയിട്ടല്ല മുമ്പേ അതിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെ.
സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നോ മാസ്ക് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ നോ മാസ്ക്, ഫാബ്രിക് മാസ്ക്, N95 മാസ്ക്, ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക്. സോ നോ മാസ്ക് റൈറ്റ് ആൻസർ. അടുത്തത് ദ ഏജ് അറ്റ് വിച്ച് ചിൽഡ്രൻ ക്യാൻ ലോക്കലൈസ് പെയിൻ ഈസ്. പെയിൻ ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രായം. ഓപ്ഷൻ എ അറ്റ് ബർത്ത്, ഓപ്ഷൻ ബി മോർ ദാൻ ഓർ ഈക്വൽ ടു 1 year, മോർ ദാൻ ഓർ ഈക്വൽ ടു 2 years, ഓപ്ഷൻ ഡി മോർ ദാൻ ഓർ ഈക്വൽ ടു 3 years. അല്ലെ, ഇങ്ങനെ പറയുന്നത് 6 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് പെയിൻ ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 year. അല്ലെ, 1 yearന് ശേഷം. അടുത്ത 67ാമത്തെ ക്വസ്റ്റ്യൻ, അതും ഒരു ഫോർമുലയുടെ ആവശ്യമുണ്ട്. എ ചൈൽഡ് ഹാവിംഗ് 18 kg വെയിറ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് ഡീഹൈഡ്രേഷൻ. 18 വയസ്സുള്ള ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡീഹൈഡ്രേഷൻ ആയിട്ട്. സോ വാട്ട് ഈസ് ഇൻട്രാവേനസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഫോർ 24 hours? ഓക്കെ, 24 മണിക്കൂറിലത്തേക്ക് ഫ്ലൂയിഡ് റിക്വയർമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോളിഡേ സെഗാർ മെത്തേഡ് എന്ന് പറയും. ഈ ഹോളിഡേ സെഗാർ മെത്തേഡ് വെച്ചിട്ട് നമുക്കിത് പല പ്രായത്തിലുള്ളവരെ കാൽക്കുലേറ്റ് ചെയ്യാം. 10 വയസ്സിൽ താഴെയാണെങ്കിൽ ഏകദേശം 100 ml/kg ബോഡി വെയിറ്റ് ആണ്. ഇപ്പൊ ഉദാഹരണം എന്താ പറയുന്നത്, 8 കിലോ ഉള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഒരു എത്ര 800 ml കൊടുക്കാം. ആ ഒരു രീതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ വരുമ്പോ 11, 20 അല്ലെ, ഇതൊന്നും ആദ്യം മനസ്സിലാക്കുക. 11 to 20 kg ബോഡി വെയിറ്റ് ആണ് വരുന്നതെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് 1000 ml നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാം. 1000 ml പ്ലസ് പിന്നെ അവർക്ക് എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ, ഓക്കെ, 10ന് മുകളിൽ കൂട്ടുക. 10 ഇട്ടേക്കുക, 10 കിലോ വരെ കൂട്ടരുത്. 10ന് മുകളിൽ എക്സ്ട്രാ എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ അതിന്റെ ഓരോ ബോഡി വെയിറ്റിനും, ഓരോ കിലോ ബോഡി വെയിറ്റിനും 50 ml വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. 50 ml/kg ബോഡി വെയിറ്റ് ഫോർ ഈച്ച് kg മോർ ദാൻ 10 kg. ഓക്കെ, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും, ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. ഇവിടെ എന്താ പറയുന്നത്, 18 കിലോ വെയിറ്റ് ഉള്ള കുഞ്ഞാണ് അല്ലെ. അപ്പൊ 18 കിലോ കുഞ്ഞിന് കണ്ണു അടച്ച് 1000 ml കൊടുക്കാം. പിന്നെ എക്സ്ട്രാ എത്ര കൊടുക്കുമെന്ന് വെച്ചാൽ 18 കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോയ്ക്ക് മുകളിൽ, ഓക്കെ, 10 കിലോയ്ക്ക് മുകളിൽ പിന്നെ എത്ര കിലോ ഉണ്ട്, 8 കിലോ ഉണ്ട്. അപ്പം ആ 8 കിലോയിൽ ഓരോ കിലോയ്ക്ക് 50 ml വെച്ച് കൊടുക്കാം. സോ 8 കിലോയിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത് 10 കിലോയ്ക്ക് മുകളിൽ 18 കിലോയാണ് ടോട്ടൽ. സോ 8 കിലോ എക്സ്ട്രാ വന്നിരിക്കുകയാണ്. സോ 8 കിലോയ്ക്ക് നമുക്ക് എത്ര 8×5 = 40, 400 ml കൂടെ കൊടുക്കാം. ഓക്കെ, സോ എക്സ്ട്രാ ഒരു 400 ml കൂടെ കൊടുക്കാം. ഓൾറെഡി അവർക്ക് 1000 ml അലൗഡ് ആണ്. എക്സ്ട്രാ ഒരു 400 കൂടെ, അപ്പൊ ചേർത്ത് എത്ര വരും, 1400 ml വരും. ടോട്ടൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് 950 ml, 1400 ml, 1650 അല്ലെ, 1650 and 2000 ml. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1400 ml ആണ്. അടുത്തത് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് എ കാർഡിയക് അറസ്റ്റ് ഇൻ ഇൻഫാന്റ്സ് ആൻഡ് യങ് ചിൽഡ്രൻ ഈസ് ഡാഷ്. ഓപ്ഷൻ എ അനാഫിലാക്സിസ്, ഓപ്ഷൻ ബി കാർഡിയക് അരിത്മിയാസ്, ഓപ്ഷൻ സി റെസ്പിറേറ്ററി ഫെയിലുവർ, ഓപ്ഷൻ ഡി സീഷേഴ്സും അനാഫിലാക്സിസും കോമൺ ആയിട്ട് മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി ഫെയിലുവർ ആണ് വരുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്തത് ദ മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ ഫ്രാക്ചർ റിഡക്ഷൻ ഇൻ ചിൽഡ്രൻ ഈസ്. ഫ്രാക്ചർ അല്ല, ഫ്രാക്ചർ ആകുമ്പോഴാണ് നമുക്ക് എന്താ പറയേണ്ടത്, കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫാറ്റ് എംബോളിസത്തിലോട്ടും കമ്പാർട്ട്മെന്റ് സിൻഡ്രോമിലോട്ടൊക്കെ പോകും. പ്രൊസീജിയറിന് ശേഷമാണ്, റിഡക്ഷന് ശേഷമാണ്. ഓക്കെ, റിഡക്ഷന് ശേഷമുള്ള മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, സിവിയർ കോംപ്ലിക്കേഷൻ ഓസ്റ്റിയോമൈലൈറ്റിസ്, സംശയിക്കാൻ തെറ്റൊന്നുമില്ല, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, നോൺ യൂണിയൻ, പിന്നെ കൺട്രാക്ചർ. ഓപ്ഷൻ ഡി കൺട്രാക്ചർ ആണ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ റിഡക്ഷൻ കുട്ടികളിൽ. അടുത്തത് ഓക്കെ, ഓപ്ഷൻ ഡി കൺട്രാക്ചർ. അടുത്തത് എ ചൈൽഡ് who is on immunosuppressive therapy can take live vaccines after dash time of stopping immunosuppressant drugs. Okay, immunosuppressants എടുക്കുന്നവർക്കും അങ്ങനെ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട് ലൈവ് വാക്സിൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നവർ എടുക്കാൻ പാടില്ല, പിന്നെ പ്രഗ്നൻസിയിലുള്ളവർ എടുക്കാൻ പാടില്ല, അങ്ങനെ കുറെ ക്രൈറ്റീരിയസ് നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രഗ്നൻസി അല്ല പറയുന്നത്, ഇമ്മ്യൂണോസപ്രസീവ് ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം 4 weeks എങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഒരു വാക്സിൻ എടുക്കാൻ പാടുള്ളൂ, ലൈവ് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് 1 week, 4 week, 8 weeks and 12 weeks ആണ്. സോ റൈറ്റ് ആൻസർ 4 weeks വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 71. ഓക്കെ, വാട്ട് ഈസ് എസിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് യൂട്രസ് ഇൻ ലാറ്ററൽ ഇംപ്ലാന്റേഷൻ കോൾഡ്? ഓക്കെ, ഒബിജി എന്നുള്ള ക്വസ്റ്റ്യനാണ്, സയൻസ്. ഓക്കെ, നമ്മുടെ ടെർമിനോളജിയുടെ യൂട്യൂബിലുള്ള ടെർമിനോളജീസ്, ഒബിജി ടെർമിനോളജീസിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള. സോ
ഹെഗാർ സൈൻ, ഓസിയാൻഡർ സൈൻ ഓപ്ഷൻ സി, പിസ്കാസെക് സൈൻ ഓപ്ഷൻ ഡി, പാമർ സൈൻ. സോ ഓപ്ഷൻ സി ആണ് പിസ്കാസെക് സൈൻ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ പറയണേ, ഇവിടെ കൊടുത്തിരിക്കുന്നതന്നെ അസിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് ദി യൂട്രസ് ഇൻ ലാറ്ററൽ ഇംപ്ലാന്റേഷൻ. എന്ന് വെച്ചാൽ ഏത് ഭാഗത്താണോ ഈ എന്താ പറയുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് ഇംപ്ലാന്റ് ആകുന്നത്, ഗ്രോത്ത് സംഭവിക്കുന്ന ആ ഭാഗത്തോട്ട് എന്താ പറയുന്നത് വലിപ്പ കൂടുതലും മറ്റേ സൈഡ് വലിപ്പ കുറവായിരിക്കും. സോ ഷേപ്പിൽ എസിമെട്രി ഉണ്ടാവും. ആ ഷേപ്പിലുള്ള എസിമെട്രി എന്ന് വെച്ചാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ സൈഡിലോട്ട് ഷേപ്പിൽ മീൻസ് ആ ഉണ്ടാകുന്ന എസിമെട്രി, ആ വലിപ്പ കൂടുതലുകൊണ്ട് ഉണ്ടാകുന്ന എസിമെട്രിക്ക് പറയുന്ന പേരാണ്, അത് പ്രഗ്നൻസിയുടെ സൂചനയാണ്. ഓക്കെ, പിസ്കാസെക് സൈൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്റെ വീഡിയോസിൽ. ഹെഗാർ സൈൻ അല്ലെ, ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എന്താ പറയുന്നത് സോഫ്റ്റും കംപ്രസിബിളും ആകുന്നതിനാണെന്ന് ബൈ മാനുവൽ എക്സാമിനേഷൻ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഹെഗാർ സൈൻ എന്ന് പറയുന്നത്. ഓസിയാൻഡർ സൈൻ എന്ന് പറഞ്ഞാൽ പൾസ് ഫീൽ ചെയ്യുന്നു, പൾസ് ഫെൽറ്റ് എവിടെയാണ്, ലാറ്ററൽ ഫോർനീസസിൽ, വജൈനയുടെ ലാറ്ററൽ ഫോർനീസസ് പൾസ് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് എന്താ പറയുന്നത് ഓസിയാൻഡർ സൈൻ എന്ന് പറയുന്നത്, പ്രഗ്നൻസിയുടെ സൂചനയാണ്. പിന്നെ പാമർ സൈൻ എന്ന് പറഞ്ഞാല് ഇതും ഈ പറഞ്ഞ പോലെ ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് ഫീൽ ചെയ്യും. ഓക്കെ, അതിനാണ് എന്താ പറയുന്നത് പാമർ സൈൻ എന്ന് പറയുന്നത്, പ്രഗ്നൻസിയുടെ സൈൻസ് ആണ്. സോ അതിനകത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ മേജർ ഗാലക്ടോകൈനറ്റിക് ഹോർമോൺ? ഓപ്ഷൻ എ പ്രൊലാക്റ്റിൻ, ഓപ്ഷൻ ബി ഈസ്ട്രോജൻ, ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ, ഓപ്ഷൻ ഡി പ്രൊജസ്ട്രോൺ. പലരും പലവട്ടം പഠിച്ചാലും കൊണ്ട് തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഗാലക്ടോകൈനറ്റിക്, ഗാലക്ടോപോയിറ്റിക്. ഓക്കെ, മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ അല്ലെ, മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ അല്ലെ പ്രൊലാക്റ്റിൻ. മിൽക്ക് ലെറ്റ് ഡൗൺ റിഫ്ലെക്സ് എന്ന് വെച്ചാൽ പുറത്തു വരാൻ സഹായിക്കുന്നത്, അത് ഓക്സിറ്റോസിൻ ആണ്. സോ കൈനറ്റിക് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗാലക്ടോ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിൻ ആണ്. ഗാലക്ടോ പോയിറ്റിക് ഹോർമോൺ അത് എന്താ പറയുക മെയിന്റനൻസിന് സഹായിക്കുന്നത് പ്രധാനമായിട്ട് പ്രൊലാക്റ്റിൻ ആണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ. അടുത്തത് വേർ ആർ ദി തംസ് പ്ലേസ് ഡ്യൂറിംഗ് ദി ചെസ്റ്റ് കംപ്രഷൻ ഇൻ ന്യൂ ബോൺ? ന്യൂ ബോൺസിൽ തംസ് വെച്ചിട്ടാണ്. അപ്പം എവിടെ വെക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അപ്പർ തേർഡ് ഓഫ് സ്റ്റേർണം, അപ്പർ ഹാഫ് ഓഫ് ദി സ്റ്റേർണം, ഏകദേശം ഒരു മിഡിൽ പാർട്ടിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ ലോവർ ഹാഫ് ഓഫ് ദി സ്റ്റേർണം, ഓപ്ഷൻ ഡി ലോവർ തേർഡ് ഓഫ് ദി സ്റ്റേർണം. സോ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ലോവർ ഹാഫ് ഓഫ് സ്റ്റേർണം റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. അടുത്തത് 74. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്രിവെൻഷൻ ഓഫ് പെരിനിയൽ ലാസറേഷൻ? ഓക്കെ, പെരിനിയൽ ലാസറേഷനില് എന്താ പറയുന്നത് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് പെരിനിയൽ ലാസറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഡെലിവറി ഫെസിലിറ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എപ്സിയോട്ടമി ചെയ്യുന്നത് അല്ലെ. സോ ആ പെരിനിയൽ ലാസറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഡെലിവറി ബൈ ഏർലി എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഈസ് അവോയ്ഡഡ്. മെക്കാനിക്സ് ഓഫ് ലേബറിൽ കുഞ്ഞ് എന്താ പറയുന്നത് എക്സ്റ്റൻഷനിലൂടെയാണ് ഹെഡ് പുറത്തോട്ട് ഡെലിവർ ആകപ്പെടുന്നത് അല്ലെ. സോ അത് ഏർലി എക്സ്റ്റൻഷൻ ഡെലിവർ ആകുന്നതിലൂടെ നമുക്ക് ലാസറേഷൻ ഒഴിവാക്കാം. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ആണ് ഡെലിവറി ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻസ്. കൺട്രാക്ഷൻസിന്റെ ഇടവേളകളിൽ ഡെലിവറി ചെയ്യിപ്പിക്കുക, അതുകൊണ്ടും ഗുണമാണുള്ളത്, കാരണം ലാസറേഷൻ ഒഴിവാക്കാം. സ്പോണ്ടേനിയസ് ഫോഴ്സിബിൾ ഡെലിവറി ഓഫ് ദി ഹെഡ് റോങ് ആണ്, അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബോവും റോങ് ആണ്. സോ അതുകൊണ്ട് അതിൽ നിന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എ ആണ് അല്ലെ. ഓൺലി 1 and 2 ഡെലിവറി ബൈ ഏർലി എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഈസ് അവോയ്ഡഡ് ടു ഡെലിവറി ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻസ്. അത് രണ്ടും കറക്റ്റ് ആൻസേഴ്സ് ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 75. വാട്ട് ഈസ് റെഡ്യൂസ്ഡ് സ്പെർം മോട്ടിലിറ്റി നോൺ ആസ്? എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയാമോ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ DME മുമ്പായിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ അന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചതിൽ എനിക്ക് തോന്നുന്നു 4 ക്വസ്റ്റ്യൻസോ മറ്റോ ചെയ്ത് ഞാൻ. അപ്പൊ നമ്മള് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ് അറിയാൻ ഞാൻ കുറെ ഇങ്ങനെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. സോ സമയം കൂടിയതുകൊണ്ട് ലെങ്ത് കൂടിയതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ട് പിന്നെ ഞാൻ ചെയ്തു വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ടും 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഒഴിവാക്കി. ശരിക്കും പറഞ്ഞാല് ആ ഒഴിവാക്കിയ ക്വസ്റ്റ്യനിൽ ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എന്താ പറയണ്ടേ, അന്ന് സമയം കിട്ടാഞ്ഞതുകൊണ്ടും പ്രിയോറിറ്റി എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ആദ്യം കയറ്റി വിട്ട് സമയം കഴിഞ്ഞു പോയതോടെ ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ആദ്യം ഞാൻ ഒരു വിഷമത്തോടെ ഞാൻ ഓർത്തു, പക്ഷെ അത് ചെയ്യേണ്ടതായിരുന്നു.
പെട്ടെന്ന് അത് കണ്ടപ്പോഴതാ ഓർത്തെ. വാട്ട് ഈസ് റെഡ്യൂസ്ഡ് സ്പെർം മോട്ടിലിറ്റി നോൺ ആസ്? കാരണം ഇത് ഇവിടെയും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ചിട്ടും ഇല്ലാന്ന് തോന്നുന്നു. സോ അതുകൊണ്ടൊരു ചെറിയ വിഷമം തോന്നി. വാട്ട് ഈസ് റെഡ്യൂസ്ഡ് സ്പെർം മോട്ടിലിറ്റി നോൺ ആസ്? സ്പെർം മോട്ടിലിറ്റി, മൂവ്മെന്റ് കുറയുന്നതിന് എന്താ വിളിക്കുന്നതെന്നാണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ആസ്തെനോസൂസ്പെർമിയ എന്ന് പറയും. ബാക്കിയുള്ളതൊന്നും അറിഞ്ഞിരിക്കുന്നല്ല. ഇനിയുള്ള എക്സാംസിൽ എഴുതിയിട്ടുള്ളവരുണ്ടാവും, അറിയാവുന്നവർക്ക് അറിയായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞ മുന്നോട്ട് ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. എന്തുകൊണ്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അസൂസ്പെർമിയ എന്ന് പറഞ്ഞാല് സെമനില്, ഓക്കെ, സെമൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സ്പെർമാറ്റോസോവ വരുന്നുണ്ട്, ശരിയല്ലേ? സെമനൽ വെസിക്കിളിൽ നിന്നുള്ള ഫ്ലൂയിഡ് വരുന്നുണ്ട്, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് ഒരു 10% വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കുക. അപ്പം 10% 30%, ശരിക്കും പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് ഒരു 30%, സെമനൽ വെസിക്കിളിൽ നിന്ന് 60%, 60%, വെറും 10% സ്പെർമാറ്റോസോവ വരുന്നത്. ഇവിടെ എന്താന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് തമ്മിൽ തെറ്റിപ്പോകും പലരും. എസൂസ്പെർമിയ എന്ന് പറഞ്ഞാല് സെമനില് സ്പേം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? സ്പേമിന്റെ കുറവിനെയാണ്, അല്ലെ സ്പേം ഇല്ലാതിരിക്കുന്ന, സ്പെർമാറ്റോസോവ ഇല്ലാതിരിക്കുന്ന അവസ്ഥ സെമനില്, അതിനെയാണ് അസൂസ്പെർമിയ എന്ന് പറയുന്നത്. അസ്പെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെമന്റെ സെക്രീഷൻ, ഇജാക്കുലേഷൻ ഇല്ലാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാല് സെമന്റെ സെക്രീഷൻ, അത് ടോട്ടൽ 3 കൂടെ ചേർന്ന് വരുന്നതാണ് സെമൻ എന്ന് പറയുന്നത്. സെമന്റെ സെക്രീഷൻ ഇല്ലാതിരിക്കുന്നതിനാണ്, സെമൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത് നമ്മള് എസ്പെർമിയ എന്ന് പറയുന്നത്. ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ കൗണ്ട് കുറഞ്ഞു പോകുന്നതാണ്. മനസ്സിലാവുന്നത്? സ്പെർമാറ്റോസോയുടെ അല്ലെ സ്പെർമിന്റെ കൗണ്ട് കുറയുന്ന അവസ്ഥയാണ് നമ്മൾ ഒളിഗോസ്പെർമിയ എന്ന് പറയുന്നത്. മോട്ടിലിറ്റി, അതിന്റെ ചലനം കുറയുന്നതിനാണ് എന്ത് പറയുന്നത്? ആസ്തെനോസൂസ്പെർമിയ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ, ചലനത്തിന്റെ കാര്യം ചോദിച്ചു, മോട്ടിലിറ്റിയുടെ കാര്യം ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഒരുപക്ഷെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെ? 76. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡൺ ഡ്യൂറിംഗ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി? കുറച്ചുകൂടെ എന്തെങ്കിലും ഞാൻ അവിടെ എക്സ്ട്രാ എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞു അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ഇത് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു പോയത് കൊണ്ട് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഇതുകൊണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡൺ ഡ്യൂറിംഗ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി? ബ്രീച്ച് ഡെലിവറി അറിയാം. ബ്രീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ബട്ടക്സിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ എന്താ പറയുന്നത്, ബട്ടക്സ് ഭാഗം താഴെ വരുന്നതാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ലേബർ എന്ന് വേണമെങ്കിൽ പറയാം. നോർമൽ ആയിട്ടുള്ളത് നമുക്കറിയാം. സെഫാലിക് പ്രസന്റേഷനിൽ ബട്ടക്സ് വരുമ്പോഴാണ് നോർമൽ എന്ന് പറയുന്നത്. ബ്രീച്ചും ഷോൾഡറും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആണ്. ഓക്കെ, സോ അതിനകത്തിൽ ബ്രീച്ച് ഡെലിവറി, അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറിയിൽ ക്യാൻ ബി ഡൺ, ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, നെവർ ടു റഷ്, സ്വാഭാവികം, റഷ് ചെയ്യാൻ പാടില്ല, അത് വേണം. നെവർ പുഷ് ഫ്രം എബോ ബട്ട് പുൾ ഇറ്റ് ഫ്രം ബിലോ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം, ഒരു നല്ല പോയിന്റാ. ബ്രീച്ച് ഡെലിവറിയിൽ മുകളിൽ നിന്ന് പുഷ് ചെയ്യാൻ പാടില്ല, പക്ഷെ പുൾ അലൗഡ് ആണ്. ഓക്കെ, പുഷ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ബ്രീച്ച് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറിയിൽ. സോ നെവർ പുൾ ഫ്രം ബിലോ ബട്ട് പുഷ് ഫ്രം എബോ, മുകളിൽ നിന്ന് പുഷ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് അത് റോങ് ആയി. സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2 മതി. ഏതൊക്കെയാണ്? നെവർ ടു പുഷ്, നെവർ പുഷ് ഫ്രം എബോ ബട്ട് പുൾ ഇറ്റ് ഫ്രം ബിലോ, പുൾ ഫ്രം ബിലോ, അല്ലെ? സോ അതുകൊണ്ട് അത് വരുന്ന ഏതാണ്? 1ഉം 2ഉം വരുന്നത് ഓപ്ഷൻ ബി ആണ്, അല്ലെ? ഓപ്ഷൻ ബി, ഓൺലി 1 and 2, അതാണ് റൈറ്റ് ആൻസർ. അടുത്തത് 77. വിച്ച് ഈസ് ദ മോസ്റ്റ് കൺക്ലൂസീവ് ക്ലിനിക്കൽ സൈൻ ഓഫ് പ്രഗ്നൻസി? അത് വേറെ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാല് കൺഫർമേറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി, പോസിറ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയാം. ഉറപ്പിക്കാൻ പറ്റുന്ന പ്രഗ്നൻസിയുടെ 3 ടൈപ്പ് സൈൻസ് ഉണ്ട്, അല്ലെ? പ്രോബബിൾ സൈൻസ്, പ്രിസംറ്റീവ് സൈൻസ്, ആദ്യത്തത് നോസിയ, വോമിറ്റിംഗ്, അമിനോറിയ ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഈ നേരത്തെ പഠിച്ച കുറെ സൈൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ഹെഗാർ സൈൻ, കാര്യങ്ങളൊക്കെ പ്രോബബിൾ സൈൻസിൽ വരുന്നതാണ്. ഓസിയാൻഡർ സൈൻസും കാര്യങ്ങളൊക്കെ. പിന്നെ കൺഫർമേറ്റീവ് എന്ന് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട്സ്. തുടക്കത്തിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് കേൾക്കുന്നതും പിന്നീട് ഫീറ്റോസ്കോപ്പ് വെച്ച് കേൾക്കുന്നതും 20ാമത്തെ ആഴ്ചയിൽ. പിന്നെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്, ഓക്കെ, ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേൾക്കുന്നത്, FHR കേൾക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ടും റേഡിയോഗ്രഫിയും പറയുന്നുണ്ട്, പക്ഷെ മെയിനായിട്ട് അൾട്രാസൗണ്ട് USG ആണ്. അപ്പൊ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ജാക്കുമിയർ സൈൻ, ഓസിയാൻഡർ സൈൻ, ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്സ് കൺഫ്യൂസിംഗ് ആണ്. ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്സ് പെർസീവ്ഡ് ബൈ മദറും ആകാം. സോ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വരുന്നത് അങ്ങ് എവിടെയാണ്? ആദ്യത്തതിലാണ്. ഓക്കെ, പ്രിസംറ്റീവ് സൈൻസിലാണ് വരുന്നത്. സോ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ഓക്കെ ആണ്, അത് കൺഫർമേറ്റീവ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഈസ് ദ ഐഡിയൽ ടൈം ഫോർ എപ്സിയോട്ടമി? എപ്സിയോട്ടമി ഞാൻ പറഞ്ഞു, പെരിനിയൽ കട്ടിങ്ങിന് പറയുന്ന പേരാണ് എപ്സിയോട്ടമി എന്നത്. പ്രത്യേകിച്ച് ഈ ഇനഡോട്ടന്റ് ആയിട്ടുള്ള ലാസറേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും
പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ലാസറേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏനൽ സ്പിഞ്ചർ മസിൽസിനൊക്കെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പ്ലാൻഡ് വൺ ആണെങ്കിൽ പ്രത്യേകിച്ച് മീഡിയോ ലാറ്ററൽ പോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലീഡിങ്ങിന്റെ അളവും കുറയ്ക്കാൻ പറ്റും. അത് എപ്പോഴും നമുക്കറിയാം, പ്ലാൻഡ് ആയിട്ടുള്ള ഇൻസിഷൻ ആണെങ്കിൽ അത് ഹീലിംഗ് എളുപ്പമാക്കുകയും ചെയ്യും. ശരിയല്ലേ? പിന്നെ എന്താ പറഞ്ഞോണ്ട് വന്ന, സോ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞല്ലേ, വാട്ട് ഈസ് ഐഡിയൽ ടൈം, എപ്പോഴാണ് ചെയ്യാൻ പറ്റിയ സമയം. അതും കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഓപ്ഷനാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. സോ വെൻ പെരിനിയം ഈസ് ബൾജ്ഡ് ആൻഡ് തിൻ, കറക്റ്റ് ടൈമാണ്, റൈറ്റ് ടൈമാണ്. അതാണ് അതിന് എടുത്തു പറയുന്നത് നമ്മൾ തിയറിയിലൊക്കെ പഠിക്കുമ്പോൾ. ഓക്കെ, പെരിനിയം ബൾജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, തിൻ ആയിട്ടിരിക്കുമ്പോഴാണ് എപ്സിയോട്ടമി ചെയ്യാൻ പറ്റിയ ടൈം. ജസ്റ്റ് പ്രിയോർ ടു ക്രൗണിങ്ങിന് മുമ്പ്. ഓക്കെ, ക്രൗണിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും ലാർജസ്റ്റ് ഡയമീറ്റർ, ബൈപ്പറൈറ്റൽ ഡയമീറ്റർ വന്നിട്ട് വൾവയില് വന്നിട്ട് എന്താ പറയുന്നത്, ലോക്കാകുന്ന സമയമാണ്. ആ സമയത്ത് സ്കാൽപ്പ് പുറത്ത് കാണാൻ പറ്റും. ഈ സമയത്ത് ഇതിങ്ങനെ വന്നിട്ട് എന്താ പറയുന്നത്, ലാർജസ്റ്റ് ഡയമീറ്റർ വൾവയിൽ വന്ന് ലോക്കാകുന്ന ആ സമയത്ത് പുറത്ത് കുഞ്ഞിന്റെ സ്കാൽപ്പ് കാണാൻ പറ്റുന്ന സമയത്താണ് ഇത് ബൾജ് ചെയ്ത് നിൽക്കുന്നതും തിന്നാവുന്നതും. ആ സമയത്ത് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും, എപ്സിയോട്ടമി ചെയ്യാൻ പറ്റിയ സമയം. പിന്നെ സോ ഡ്യൂറിങ് റിലാക്സേഷൻ സമയത്ത് ബൾജിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കൺട്രാക്ഷൻ സമയത്തല്ലേ ബൾജ് സംഭവിക്കുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ കണക്ട് ചെയ്ത് വരുമ്പോൾ. സോ റിലാക്സേഷൻ സമയത്ത് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് 1ഉം 2ഉം വരുന്നതാണ് ആൻസർ. ഓക്കെ, 1ഉം 2ഉം വരുന്നത് അത് ഓപ്ഷൻ ബി ആണ് അല്ലെ. നോക്കിക്കോണേ നിങ്ങൾ, ഞാൻ ആൻസർ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഞാൻ ഇതിനകത്തോട്ട് നോക്കുന്നില്ല. 1ഉം 2ഉം ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ഇവിടുത്തെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡൺ ഫോർ മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ്? ഓക്കെ, മാസ്റ്റൈറ്റിസ് അല്ലെ, ബ്രസ്റ്റിന്റെ ഇൻഫ്ലമേഷൻ ആണ് സംഭവം. മനസ്സിലാക്കുക, മാസ്റ്റൈറ്റിസ് എന്താ പറയണ്ടേ, ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ മാറുന്ന അസുഖമാണ്. പക്ഷെ എന്താ പറയുന്നത്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയും ഒക്കെ അതിന്റെ ഇന്റർവെൻഷനിൽ വരുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഫ്രീക്വന്റ് എംഡിങ് ചെയ്യുന്നതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അറ്റ്ലീസ്റ്റ് 2 to 3 hours എം ഡി ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, മോയിസ്റ്റ് കംപ്രസ് ഒക്കെ വെക്കുക, ഡിസ്കംഫോർട്ട് കുറയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഇന്റർവെൻഷൻസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആണ്. ബ്രസ്റ്റ് സപ്പോർട്ട്, അതും പറയേണ്ട പോയിന്റ്. ബ്രസ്റ്റ് സപ്പോർട്ട് വേണം. റെസ്ട്രിക്ഷൻ ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ് തെറ്റാണ്. ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഉള്ള സമയത്ത് നന്നായിട്ട് വെള്ളം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ റോങ് ആണ്. മാനുവൽ എംഡിങ് ഓഫ് ഇൻഫെക്റ്റഡ് സൈഡ് വിത്ത് ഈച്ച് ഫീഡ്. ഓക്കെ, ഈ ഫീഡിന് ശേഷം എംഡിങ് ചെയ്യുക, അത് ചെയ്യേണ്ട കാര്യം. സോ അതുകൊണ്ട് ഓപ്ഷൻ 1ഉം 3ഉം, ഓക്കെ, ഓപ്ഷൻ 1ഉം 3ഉം വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. സോ ഓൺലി 1 and 3, അതാണ് റൈറ്റ് ആൻസർ. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്? PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിന്റെ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ പ്രത്യേകിച്ച് അടുത്തോട്ട് പെരിട്ടോണിയത്തിലോട്ടൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ അതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നതാണ് പെരിട്ടോണൈറ്റിസ്. പിന്നെ സെപ്സിസ് ഉണ്ടാകാം, ഇൻഫെക്ഷൻ ബ്ലഡിലോട്ട് കലരാം. അങ്ങനെയൊക്കെ അപകടം പിടിച്ച ഒരു സംഭവമാണ് ഇത്. അടുത്തുള്ള ഭാഗത്തോട്ടൊക്കെ ബാധിക്കാം. ഓക്കെ, അതിന്റെ സാധ്യതകളുണ്ട്. പിന്നെ ലോങ് ടൈമിൽ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിക്കുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി എന്താണെന്ന് അറിയാലോ, യൂട്രസിന്റെ പുറത്ത് എന്താ പറയുന്നത്, ഇംപ്ലാന്റേഷൻ നടന്നിട്ട് വളരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വളരുന്നു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് റപ്ചറിലോട്ടൊക്കെ എത്തിക്കും, പ്രത്യേകിച്ച് ഫെലോപ്പിയൻ ട്യൂബിൽ അല്ലെ. സോ അതിനാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതിന്റെ സാധ്യതകളൊക്കെ ഉണ്ട് എന്ത് സംഭവിച്ചാല് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിൽ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇമ്മീഡിയറ്റ് ആണ്, അക്യൂട്ട് കോംപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ലോങ് ടൈം കോംപ്ലിക്കേഷൻ അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഇതായിരിക്കാം, ഓപ്ഷൻ എ, പെൽവിക് പെരിട്ടോണൈറ്റിസ് ആൻഡ് സെപ്റ്റിസീമിയ. ഓക്കെ, അടുത്തത് 81. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൻറി ഫോയൽസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഓക്കെ, മാനേജ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ആ രീതിയിൽ റിസർച്ച് മാനേജ്മെന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ നിന്ന് DHS നിന്ന് പാഠം പഠിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏരിയ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും. അവര് കോൺഫിഡന്റും ആയിരിക്കും എന്നാണ് വിശ്വാസം. കാരണം എന്താ പറയണ്ടേ, ശരിക്കും റാങ്ക് തീരുമാനിക്കപ്പെടുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയൊക്കെ എളുപ്പമാണെന്നല്ല പറയുന്നത്, കുറച്ചൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന അനാട്ടമിയും OBGയും എന്താ പറയണ്ടേ, നഴ്സിംഗ് ഫൗണ്ടേഷനും അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ എല്ലാവരും കൂടുതൽ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുന്ന. ഓക്കെ, പക്ഷെ ഈ ഏരിയയിലാണ് എപ്പോഴും കാരണം പഠിക്കുന്ന സമയത്തും ചിലർ ഉഴപ്പിയിട്ടുള്ള ഏരിയ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയ, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയതുകൊണ്ടായിരിക്കാം റിസർച്ച് മാനേജ്മെന്റും എഡ്യൂക്കേഷനും ഒന്നും അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ അത് ഇപ്പം ഒരു എന്താ പറയണ്ടേ, ഒരു കൃത്യമായിട്ട് അതെല്ലാം
ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ശരിക്കും ഇനിയും പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ടത് എന്താ പറയുന്നത്, ഞാനാ പറയുന്നത് ഇതിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ടുള്ളവർ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ അത്ര കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തവര് ആരാണേലും ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇട്ട ആദ്യത്തെ വീഡിയോയിലെ ഒരു കമന്റ് കണ്ടു, ഇത് നമ്മൾ കണ്ടു. നമ്മുടെ ഇപ്പൊ ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയില് ഒരു ചെറിയ വാചകമാണെങ്കിലും അതിനകത്ത് ഒരുപാട് അർത്ഥമുള്ളതെന്ന് എനിക്ക് തോന്നി. അരിച്ചു പെറുക്കി പഠിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും അതാ വേണ്ടത്. ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എളുപ്പമാണെന്നുള്ള ധാരണ ആദ്യം എടുത്ത് മാറ്റുക. എളുപ്പമാണ് എപ്പോഴാണെന്നറിയാമോ? നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ ഈ 4 വർഷം പഠിച്ച കാര്യം, BSc നഴ്സിംഗിന് 4 വർഷം പഠിച്ച കാര്യം കൃത്യമായ അനുപാതത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഏത് മൂലയ്ക്കൊന്നും ചോദിക്കാം, സിമ്പിൾ ആയിട്ടുള്ളത് ചോദിക്കാം, ഹാർഡായിട്ടുള്ളത് ചോദിക്കാം. എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാനിതൊക്കെ ആവർത്തിക്കുന്ന നമ്മുടെ കുട്ടികളുടെ അടുക്കലൊക്കെ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ പറയാം, അത് ആർക്കെങ്കിലും ഇതൊക്കെ ഒരു പ്രേരണയാവുന്നെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ പാട്ടിലും പറഞ്ഞ പോലെ ലോങ് ടൈമിലാണ് ഒരു ഫോക്കസ് വെക്കേണ്ടത്. നമ്മൾ ഇപ്പൊ ഇതുപോലെ ഒരു DHS DME എയിംസോ വരുമ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപാട് ട്രെൻഡ് മാറി, ഇപ്പോഴും മാറ്റമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു 1-2 മാസം ആകുമ്പോൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു കോച്ചിങ്ങിന് പോകും, അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വെച്ചൊരു വായനയും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കലും മാത്രമാണ്. അവിടാണ് പരാജയം സംഭവിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒന്നുകൂടെ കടമെടുത്തോണ്ട് പറയാം, അരിച്ചു പേർക്കി പഠിക്കണം. ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും, അനാട്ടമി പഠിക്കണം, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കണം, OBG പഠിക്കണം, സൈക്യാട്രി പഠിക്കണം, പീഡിയാട്രിക്സ് പഠിക്കണം. ഏതെങ്കിലും ഉണ്ടോ സബ്ജക്റ്റ് അവർ മാറ്റി നിർത്തിയേക്കുന്നത്? ന്യൂട്രീഷൻ പഠിക്കണം. അപ്പൊ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇപ്പം. അപ്പൊ നമ്മുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ചെയ്യുന്നവർക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കോച്ചിങ് ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ എടുത്ത് നോക്കിയാലും ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സബ്ജക്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർ ക്ലാസ്സുകൾ എടുക്കുന്നത്, അല്ലെ? ആ ഗൈഡുകൾ ഇറക്കുന്നത്. അപ്പം റിസോഴ്സസ് ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇതുപോലുള്ള, ഞാൻ അതായിട്ട് പറയുന്നതല്ല, നമ്മളാണേലും ഇപ്പൊ ഞാൻ 2-3 കൊല്ലമായിട്ട് ഇതിനകത്ത് വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പൊ വേറെ പഠിക്കാൻ എന്തെങ്കിലും ടൈം ഇല്ലാത്തവർക്കോ കോച്ചിങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഒരു 1-2 ഗൈഡൂടെ വാങ്ങിച്ച് നമ്മുടെ കയ്യിലുള്ള നഴ്സിംഗ് പഠിച്ച സമയത്ത് ബുക്കുകൾ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കയറി വരാൻ പറ്റും. ഞാൻ പറയുന്നത് ആ സമയത്തേക്ക് ബുക്ക് എടുത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, അത്രയധികം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു. അവരുടെയൊക്കെ ലെവൽ കൂടി. ആ ലെവൽ എങ്ങനെ കൂടിയാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പഠിക്കാനുള്ള സാധ്യതകൾ കൂടി. അപ്പൊ നോളജ് സ്വാഭാവികമായിട്ട് വർദ്ധിക്കും. പണ്ട് ചോദിച്ച പോലെ ലാർജസ്റ്റ് ഗ്ലാൻഡ്, ആ ലെവലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഒരുപാട് വളർന്നു. അതാദ്യം മനസ്സിലാക്കുക. അതിപ്പോ കാണുന്ന ക്വസ്റ്റ്യൻസ് അതുകൊണ്ടാണ് പറയുന്നത് പലരും ഉടനെ ഹാർഡാണ്. എന്ത് ഹാർഡ്? പഠിച്ചവർക്ക് അത് ഹാർഡല്ല. നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോഴാണ് അത് ഹാർഡാവുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഒരു ക്ലോറാംഫെനിക്കോളിന്റെ കഥ വല്ലതും എടുക്കുക, അത്രയ്ക്ക് കേൾക്കാത്തത്. ബാക്കിയുള്ളതൊക്കെ കേൾക്കേണ്ടത് തന്നെ. നമ്മൾ കേൾക്കാത്ത നമ്മുടെ തെറ്റല്ല, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇപ്പോഴും ഫ്രസ്ട്രേഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളിത് നേടിയെടുക്കും, എനിക്ക് ഗവൺമെന്റ് ജോലി വേണം എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ വിശ്വാസം കൽപ്പിച്ചുകൊണ്ട് ഒരിടത്തും പോയി, ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ അടുക്കലാണെങ്കിലും പൈസ തന്നിട്ട് പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് സ്വയം പഠിച്ചെടുക്കാൻ പറ്റും. മനസ്സിലാവും? റിസോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ ചെയ്യണം. അടുത്ത DHSന് വേണ്ടിയിട്ട്. അടുത്തതിന് വരാൻ DHS ആണ്, കുറച്ചു കാലം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ തുടങ്ങണം. DHSന്റെ നോട്ടിഫിക്കേഷനും കഴിഞ്ഞ് പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് ബുക്ക് എടുത്തിട്ട് ഇത് ഭയങ്കര ടഫായി പോയെന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല, ഒരു ലോജിക്കും ഇല്ല അതിനകത്ത്. ലോങ് ടൈമില് ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണിത്. മറ്റേത് ലക്കാണ് അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അവരുടെ കഴിവ് കൂടുതലുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെ പറയേണ്ടി വരും. പറഞ്ഞ മനസ്സിലായോ? ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നഴ്സിംഗിന് ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കി എന്താ പറയുന്നത് ഗവൺമെന്റ് ജോലികളെ വെച്ചിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നമുക്കിപ്പം കൃത്യമായിട്ട് നേരത്തെയൊക്കെ 40% എന്തായിരുന്നു GK നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത്. ശരിയല്ലേ? GK എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. GKയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ. ഇപ്പം വെറും നഴ്സിംഗിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ, ഇതുപോലൊരു അവസരം ഉണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ നോർത്ത് ഇന്ത്യൻസിനെ, പ്രത്യേകിച്ച് രാജസ്ഥാനികളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അവരാണെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 80-20 ആക്കിയതിനു ശേഷം ട്രെൻഡിൽ അങ്ങനെ തന്നെ. ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. സൗത്തിൽ നിന്ന് കുറെ പേര് നോർത്ത് സെറ്റ് ഒക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഒരു പക്ഷെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകും. ഗവൺമെന്റ് ജോലി വേണം, പഠിച്ചാലേ കിട്ടുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയിൽ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, അവർക്ക് കഴിവ് കൂടിയതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ അവരെയും പഠിപ്പിച്ചിട്ടുണ്ട്, മലയാളികളെയും പഠിപ്പിച്ചിട്ടുണ്ട്.
പൊട്ടൻഷ്യൽ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള മലയാളികൾക്ക് തന്നെയാണ്. അങ്ങനെ പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. പക്ഷെ അവർ വളരെയധികം ഫോക്കസ്ഡ് ആണ്. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്. ആ ഹാർഡ് വർക്ക് എങ്ങനെ വന്നത്? താല്പര്യം കൊണ്ട് വരുന്നതാണ്. അവർക്ക് ഗവൺമെന്റ് ജോലി വേണം. എനിക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല, എനിക്ക് ഇവിടെ നല്ല ശമ്പളത്തിൽ ജോലി ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് വെളിയിൽ പോകേണ്ട ജോലി ചെയ്യേണ്ടത്, എനിക്കിത് കിട്ടിയേ പറ്റൂ. ആ താല്പര്യത്തോടെ അവര് കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്, സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ട്. കോച്ചിങ്ങിനൊക്കെ പോകുന്നവര് 6 മാസത്തേക്ക് കോച്ചിങ്ങിന് 1-2 പ്രാവശ്യമൊക്കെ എടുത്തുകളവര് ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. ചെയ്ത് ഇതൊക്കെ തന്നെയല്ലേ തന്നെയും പിന്നെ ചോദിക്കുന്നത്. മാറ്റി ചോദിക്കാൻ പറ്റില്ലല്ലോ, എഴുതിക്കുന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുന്നത്, കുറച്ചു പേരെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ളവരോടാണ് എടുത്തു പറയേണ്ടത്. ആ ഫ്രസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് നാളത്തേക്ക് വേണ്ടി പ്രയത്നിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നാളെ ഈ ജോലി വാങ്ങിച്ചെടുത്തിരിക്കും. പക്ഷെ വേണ്ടത് ഇതാണ്, ഹാർഡ് വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഒരു എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു ആവേശവും ഇതൊക്കെ കേട്ടിട്ട് 2 ദിവസത്തേക്കുള്ള ആവേശമല്ല വേണ്ടത്. സ്ഥിരമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് അത് എന്താ പറയുന്നത്, ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരിക്കും. ഇതുപോലൊരു നല്ല ജോലി കിട്ടിയിരിക്കും. നിങ്ങൾ സ്വയം നോളജ് വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അതിനുള്ള റിസോഴ്സസ് ഇപ്പോൾ ഉണ്ട്, പണ്ടത്തെ കൂട്ടൊന്നും അല്ല. ഇപ്പൊ ഇതുപോലുള്ള ക്ലാസ്സസ് എത്ര എണ്ണം ഉള്ളത്, എത്ര യൂട്യൂബ് ചാനലുകളുണ്ട്, നിങ്ങൾ നോക്കിക്കേ. ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. സോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, അടുത്ത DHS വരുന്നുണ്ട്, അടുത്ത നോർസെറ്റ് വരും, എല്ലാ വർഷവും നോർസെറ്റ് വരും. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ശമ്പളം എന്നറിയോ, അതിന്റെ ഫെസിലിറ്റീസ് എന്തുമാത്രമാണെന്നറിയോ. ചിലപ്പോൾ താല്പര്യം ഉണ്ടാകത്തില്ല, ദൂരെയൊക്കെ വന്നിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട, കേരളത്തിൽ തന്നെ നിൽക്കാം. അടുത്ത DHS വരും. പ്രായം കഴിഞ്ഞു പോയിട്ടില്ലാത്തവരാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല ഈ എക്സാം, അല്ലെ? ഒത്തിരി പേര് അപ്ലൈ ചെയ്തവരാ. സോ ഞാൻ പറഞ്ഞത് ലോങ് ടൈം ഫോക്കസ് ആണ് വേണ്ടത്. ലോങ് ടൈം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഹാർഡാണെന്ന് കണ്ട അയ്യോ അത് ഹാർഡാണ്, അത് കിട്ടില്ല, അതല്ല വേണ്ടത്. ഹാർഡാവുന്ന എപ്പോഴാണ്? നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുക. തിരുത്തൽ വേണ്ട നമ്മളിലാണ് സ്വയം. അവര് ക്വസ്റ്റ്യൻ ഈസി ആക്കിയിട്ടുണ്ടോ? ഒരു ഗുണമില്ല. ഈ ക്വസ്റ്റ്യൻ ഈസി ആക്കി കഴിഞ്ഞാൽ ആ എണ്ണം കൊടുത്തേ ഉള്ളൂ റാങ്കിൽ. അവിടെയും കൂടുതൽ കഴിവുള്ളവർ മേലോട്ട് കയറിപ്പോ. സോ അതല്ല കാര്യം. നമ്മുടെ ലെവൽ വർദ്ധിപ്പിക്കുക. ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കോമ്പിറ്റൻസ് വേണം നമുക്ക്. ആ കോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയിച്ചു കയറാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് ഇപ്പോഴും ഞാനിതൊരു എന്താ പറയുന്നത്, എനിക്ക് അധികം താല്പര്യം കുറഞ്ഞു പോയതിന്റെ കാര്യത്തിലേ ഉള്ളൂ, കഴിഞ്ഞ കാര്യം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ചാനലുകളിലാണെങ്കിലും ഇങ്ങനെ ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സ്വയം പ്രിപ്പയർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ 4 വർഷമായാലും 3.5 കൊല്ലമായാലും ജീവനമനോ പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതിങ്ങനെ ആവർത്തിക്കുക. ആ പറഞ്ഞ കാര്യം തന്നെയാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചോദിക്കും. മരിച്ചു പെറുക്കി പഠിക്കുക. നമ്മൾ സമയം കിട്ടുന്ന സമയങ്ങളിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആവർത്തിക്കുമ്പോഴാണ് നമ്മുടെ തലയിൽ ഉറയ്ക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉള്ളിലോട്ട് കയറിയും ഉറയ്ക്കും. പിന്നെ നമുക്ക് ചോദിക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് അത് ടിക്ക് ചെയ്ത് വിടാൻ പറ്റും. ഇല്ലേ നമ്മളോട് കൺഫ്യൂഷൻ അടിച്ചിരിക്കും. കൂടുതൽ പറയുന്നില്ല, നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, വിഷമമുള്ളവരുണ്ടാവും, അവരെ ഉദ്ദേശിച്ചിട്ട് പറയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരുപാട് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സൈഡാക്കുക. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതി മാറ്റി വെച്ചേക്കുക. ഇനി എക്സാംസുകൾ മുന്നോട്ടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എത്രയധികം എയിംസുകളാണെന്നറിയോ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും നോർസെറ്റ് വിളിക്കും. അതായത് ഏകദേശം 10,000 മിനിമം 4,000-3,000 വേക്കൻസീസ് ഉണ്ടാവും. 80-20 ആണ് നിൽക്കുന്നത്. പെൺകുട്ടികൾക്കാണ് കൂടുതൽ സാധ്യത. അത്യാവശ്യം ഒന്ന് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ഗവൺമെന്റ് ജോലി നമുക്ക് കിട്ടും. സോ അതൊരു മോട്ടിവേഷൻ ആയിട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നഴ്സിംഗിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. നഴ്സിംഗിൽ ഇത്രയും സബ്ജക്റ്റുകളാണുള്ളത്. ഇതൊക്കെ ഒന്ന് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അതൊന്ന് മെയിൻ്റനൻസ് വെച്ചാൽ മതി. ഇതുപോലുള്ള എക്സാംസിന് അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അവസാനം പഠിക്കാൻ വെക്കരുത്. കാരണം അത് അത്രയും കടൽ പോലെ ഉണ്ട് സംഭവം പഠിക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു പോയി എന്നുള്ളത്. നമുക്ക് കാര്യത്തിലോട്ട് തിരിച്ചു വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൻറി ഫോയൽസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? അത് കുറെ ഉണ്ട്, 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. സോ എന്താ പറയണ്ടേ, ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, വേറെന്താണ്, റെമ്യൂണറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 10-14 എണ്ണം ഉണ്ട്. ഓക്കെ, അതിനകത്തില് ഞാൻ അങ്ങ് പറയാം ഡയറക്റ്റ്. മോട്ടിവേഷൻ, ഡിസിപ്ലിൻ, സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതൊക്കെയാണ് വന്നിരിക്കുന്നത്. മോട്ടിവേഷൻ ഇല്ല, സൂപ്പർവിഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസിപ്ലിൻ ആണ് വരുന്നുണ്ട്. ഓക്കെ, ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ. ഓക്കെ, ഇൻക്ലൂഡഡ് ഇൻ ആണ്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഡിസിപ്ലിൻ ആണ്. 82. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് മാനേജ്മെന്റ്? എലമെന്റിൽ ഉപരി അത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. അങ്ങനെ എലമെന്റ് എന്ന് പറയാം. ഓക്കെ, മാനേജ്മെന്റ്
ഇറ്റ്സ് നോട്ട് ആൻ എലമെന്റാ ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഫംഗ്ഷൻസ് അല്ലാതെ. ഇതിനൊരു ഞാൻ എഴുതിയിടും, അല്ലെ എനിക്ക് ഓർമ്മ വയ്ക്കത്തില്ല. പോസ്റ്റ് കോർബ് എന്ന് പറയാം, ഓർത്തിരിക്കാൻ വേണ്ടിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ. പോസ്റ്റ് കോർബ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേഷൻ, കൺട്രോളിങ്, പിന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡിംഗ്, പിന്നെ എന്താ പറയുന്നത്, കോർബാണ്, കിട്ടുന്നില്ല എനിക്ക്, ബഡ്ജറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത് ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം ഒരു അക്രോണിം വെച്ചിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടോ, ഏകദേശം 8ഓളം ഫംഗ്ഷൻസ് പറഞ്ഞായിരുന്നു അല്ലെ. സോ പ്ലാനിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, സി വരുന്നില്ല, കമാൻഡിംഗ് എന്ന് പറഞ്ഞ സംഭവിക്കില്ല, ഫംഗ്ഷൻ ആയിട്ടില്ല. സോ ഓൺ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ദ പീരീഡ് ബിറ്റ്വീൻ പ്ലേസിംഗ് ദ ഓർഡർ ആൻഡ് റിസീവിംഗ് ദ സ്റ്റോർസ്, ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അത് ഈ പ്രാവശ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചത്. അപ്പം ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അത് സ്വീകരിക്കുന്ന വരെയുള്ള ആ ഒരു പീരീഡിന് പറയുന്ന പേര് ലീഡ് ടൈം എന്ന് പറയാൻ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് പറയാം: റെക്കോർഡർ ടൈം, ഷെൽഫ് ലൈഫ്, എക്കണോമിക് ഓർഡർ ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി. ഓപ്ഷൻ ഡി ലീഡ് ടൈം. സോ റൈറ്റ് ആൻസർ ലീഡ് ടൈം എന്ന് പറയാൻ. ഓർഡർ പ്ലേസ് ചെയ്തിട്ട് റിസീവ് ചെയ്യുന്ന വരെ എടുക്കുന്ന സമയത്തിന് ലീഡ് ടൈം എന്ന് പറയാം. ദ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഓഫ് ആൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, 84ാമത്തെ ക്വസ്റ്റ്യൻ. ICU അല്ലെ, നേഴ്സ് റേഷ്യോ, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. 1:6 വാർഡിൽ വരും. ഓക്കെ, സോ റൈറ്റ് ആൻസർ 1:3, 1:1, 1:6, 1:10. ഓപ്ഷൻസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1:1. 85. The allocation of authority and responsibility to perform a selected task to a competent individual is known as. കഴിവുള്ള ഒരാൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും അധികാരവും കൊടുക്കുന്നതിന് ശരിക്കും പറഞ്ഞ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്, ഡെലിഗേഷന്റെ. ഓക്കെ, ഒരു വാക്ക് വയ്ക്കും പെട്ടെന്ന് ഞാൻ പറഞ്ഞത്, അതോറിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ സംതിങ് പറയും. അതോറിറ്റി വിത്ത് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ സംതിങ് പറയും. സോ അതിനാണ് എന്താ പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെലിഗേഷന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉത്തരവാദിത്തത്തോടു കൂടി അധികാരം കൊടുക്കുക എന്നുള്ളതാണ്, ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അസൈൻമെന്റ്, ട്രാൻസ്ഫറൻസ്, അസൈൻമെന്റുമായിട്ട് ചെറിയ കൺഫ്യൂഷൻ വരാം. ഓക്കെ, സി ഡെലിഗേഷൻ, മെന്ററിങ്. അസൈൻമെന്റിൽ എന്താ പറയണ്ടേ, അതോറിറ്റി കൊടുക്കുന്നില്ല. സോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. 86. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് വേർ ദർ ഈസ് ലിറ്റിൽ ഇൻപുട്ട് ഫ്രം ഗ്രൂപ്പ് മെമ്പേഴ്സ്. ലീഡർഷിപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പല്ലേ. ഓപ്ഷൻ എ ഓട്ടോക്രാറ്റിക്, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക്, ഓപ്ഷൻ സി ലേസസ് ഫെയർ, ഓപ്ഷൻ ഡി പാർട്ടിസിപ്പേറ്റീവ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് അത് മിക്കവാറും പഠിച്ചിട്ടായിരിക്കും പോയത്. മാനേജ്മെന്റിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് എളുപ്പമാണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരാളിൽ മാത്രമായിരിക്കും അധികാരമുള്ളത്, ബാക്കി സബോർഡിനേറ്റ്സിന് ഒരു റോളും ഉണ്ടാകത്തില്ല. പുള്ളിക്കാരൻ പറയുന്നത് കൃത്യമായിട്ട് കേട്ടണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതിനാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒട്ടും ഡെമോക്രസി ഇല്ലാത്തത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പക്ഷെ വേറെ രീതിയിലൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വേറെ ചോദിക്കാം. എന്ന് വെച്ചാല് എമർജൻസിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക്. ഓക്കെ, മിലിറ്ററി സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക്കിനെ പറയുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവ് എന്നും പറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടും ഒരേ ഓപ്ഷൻസ് ആണ്. അപ്പം ബി ആൻഡ് ഡി അല്ലേ, അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കളയാൻ വേണമെങ്കിൽ. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, അധികാരം എന്താ പറയുന്നത് ഷെയർ ചെയ്യപ്പെടും. ഷെയർ എന്നല്ല, അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റ് പാർട്ടി എന്താ പറയുന്നുണ്ട്, സബോർഡിനേറ്റ്സിലൂടെ അതോറിറ്റി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് സബോർഡിനേറ്റ്സിനും, അങ്ങനെ പറയാം. പക്ഷെ മെയിൻ അധികാരി അതിനകത്തിൽ പ്രധാന ആളായിട്ട് നിൽക്കുന്നുണ്ട്, ഉത്തരവാദിത്തത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് റോൾ ഉണ്ട് അവിടെ, മനസ്സിലാവുന്നുണ്ട്. അവർക്ക് കമന്റ് പറയാം, അവർക്ക് വിമർശനങ്ങൾ പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ സബോർഡിനേറ്റ്സിനുണ്ട്. അതിനാണ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്നത്. ലേസസ് ഫെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയാം. കാരണം ഇവിടെ എന്താ പറയുന്നത്, ലീഡറിന് ഒരു റോളും ഇല്ല, സബോർഡിനേറ്റ്സിന് ഫുൾ ഫ്രീഡം കൊടുത്തേക്കുക. മനസ്സിലായി, ലീഡർ ഒരു എന്താ പറയണ്ടേ, ഒന്നിനും കൊള്ളാത്തവെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ യാതൊരു വിധത്തിലും പവർ ഉപയോഗിക്കുന്നില്ല, ഫുൾ ഫ്രീഡം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, സബോർഡിനേറ്റ്സ്. അതിനാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിട്ടുപോയി അല്ലെ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ലീഡർ വേർ ദർ ഈസ് ലിറ്റിൽ ഇൻപുട്ട് ഫ്രം ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഒട്ടും ഇല്ലാത്തത് അല്ലെ, ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ലാത്ത ഓട്ടോക്രാറ്റിക്കിലായിരിക്കത്തില്ലേ. രണ്ട് ലേസസ് ഫെയർ ആയിക്കോട്ടെ, അത് കൂടുതലാണ്. ഡെമോക്രാറ്റിക്കിലാണെങ്കിലും ഇവിടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. പിന്നെ
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷൻ എന്റെ ഭാഗം ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതെന്ന്. സർവീസ് ഓറിയന്റഡ് ആണ് പ്രൊഫഷൻ, സയന്റിഫിക് ആണ്. ഓക്കെ, കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവും പ്രൊഫഷൻ. ഇതൊക്കെ നഴ്സിംഗ് ഫൗണ്ടേഷൻ തുടക്കത്തിൽ പഠിച്ച പ്രൊഫഷൻ, നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചതിനകത്ത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷന്. ഡിപ്പെൻഡൻസി ചേർക്കുന്നില്ല. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് അല്ല. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡിപ്പെൻഡൻസി. അടുത്തതും എന്താ പറയുന്നത്, നല്ല ക്വസ്റ്റ്യൻസാ. അതൊക്കെ പഠിച്ചിട്ടുള്ളവര് എന്താ പറയുന്നത്, വളരെ എളുപ്പത്തിൽ ടിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടാവും, അല്ലെ? സോറി, മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. ഫാൾസ് റിട്ടേൺ റിപ്പോർട്ട് വിത്ത് ആൻ ഇന്റൻഷൻ ഓഫ് ഹാമിംഗ് ദി റെപ്യൂട്ടേഷൻ ഓഫ് വൺ പേഴ്സൺ ഈസ് നോൺ ആസ്. ഓക്കെ, റിട്ടേൺ റിപ്പോർട്ടാണ്. അതാണ് പലരും തെറ്റിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് സ്ലാൻഡറും ലിബലും തമ്മിലായിരിക്കും. എന്താ പറയുന്നത്, ഇത് രണ്ടും ഡിഫാമേഷനിൽ വരുന്നതാണ്. ഡിഫാമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയാം, അവരുടെ പേര് ചീത്തയാക്കുക. സോ അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അവരെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കാം വെർബലി, അതിനാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഴുതി പ്രചരിപ്പിക്കാം. എഴുതി പ്രചരിപ്പിച്ചാൽ റിട്ടേൺ, പറഞ്ഞ റിട്ടേൺ റിപ്പോർട്ടിലൂടെ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, നമ്മൾ ലിബൽ എന്ന് വിളിക്കും. ഓക്കെ, ഈ നോട്ടീസൊക്കെ ഒരു മോശം എഴുതി പോസ്റ്ററായിട്ടൊക്കെ ഒട്ടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ, ഫേസ്ബുക്കിലൊക്കെ എഴുതി, ഇപ്പൊ പുതിയ രീതിയിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക, ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തുക, അങ്ങനെയൊക്കെ ഒന്നും ലിബൽ എന്ന് പറയുന്നത്. വെർബലി ഒരാളെ കുറിച്ച് അപവാദം പറയുക, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. സോ അതൊക്കെ വരുന്നത് സ്ലാൻഡറിലാണ് വരുന്നത്. രണ്ട് ഡിഫാമേഷൻ ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലിബൽ, റിട്ടേൺ ആയതുകൊണ്ട്. സ്പോക്കൺ വേർഡ്സ് ആണെങ്കിൽ അത് സ്ലാൻഡർ വരും. വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ 89 ഈസ് ഫോളോഡ് ഇൻ ടെല്ലിംഗ് ട്രൂത്ത് അബൌട്ട് ദ ഡിസീസ് ഓഫ് ടു എ പേഷ്യന്റ്. സത്യസന്ധമായിട്ട് അവരുടെ അസുഖത്തിനെ കുറിച്ച് പറയുന്ന ഏത് എത്തിക്കൽ പ്രിൻസിപ്പിൾ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള വെറാസിറ്റിയും ഫിഡലിറ്റി ആയിരിക്കും. ശരിക്കും ആ ഏരിയ പഠിക്കുന്നവർക്ക് വെറാസിറ്റി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ടെല്ലിംഗ് ദി ട്രൂത്ത് എന്ന് പറയുന്നത് വെറാസിറ്റി ആണ്. നേരെ മറിച്ച് ഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു പ്രോമിസിനെ പാലിക്കുക, ഒരു പറയുന്ന വാക്കിനെ കൃത്യമായിട്ട് അതിനെന്ത് പറയുന്നത്, ആ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത്, പ്രവർത്തിക്കുക എന്നുള്ളത്. ഓക്കെ, പ്രവർത്തിക്കുക, ഡു, അതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഫിഡലിറ്റി എന്ന് പറയുന്നത്. മാറിപ്പോരുത്, ഇനിയിപ്പോ മാറിപ്പോടുക. സോ വെറാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ടേ, ടെല്ലിംഗ് ദി ട്രൂത്ത്. അവരുടെ അസുഖത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങളൊന്നും ചേർക്കാതെ സത്യസന്ധമായിട്ട് അവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെ വെറാസിറ്റി എന്ന് പറയും. ഓക്കെ, വെറാസിറ്റി. വിച്ച് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഔട്ട്ലൈൻസ് പർച്ചേസ് ഓഫ് ലാർജ് ഫിക്സ്ഡ് അസറ്റ്സ്. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ്സ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഇത് രണ്ടും കൺഫ്യൂഷൻ വരുന്നത് പഠിച്ചവരാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും തമ്മിലാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആ ചെലവിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയാം. സോറി, മാറിപ്പോയി, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മൂലധനം എന്നുള്ള രീതി. എന്ന് വെച്ചാൽ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ ചെലവ്, ഓക്കെ, അത് ബിൽഡിംഗ് ഇപ്പം ഇടയ്ക്ക് പൊളിച്ചു മാറ്റി എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞത് ഓരോ മാസവും മാറ്റാനൊന്നും പോകുന്നത് ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു വെന്റിലേറ്റർ ഫിക്സ്ഡ് ആണത്, ഓരോ മാസവും മാറ്റാനൊന്നും പോകുന്നില്ല. സോ അതിലോട്ടുള്ള ചെലവിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയും. സോറി, മാറിപ്പോകുന്നു എനിക്ക് എപ്പോഴും. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിസിൽ, മനസ്സിലാവുന്നുണ്ടോ, ഡെയിലി എന്താ പറയുക ഓപ്പറേഷൻസുമായിട്ട് ബന്ധം മീൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉദാഹരണം അവർക്ക് വേണ്ട സാധനങ്ങൾ, ഹോസ്പിറ്റൽ സപ്ലൈസ്, ഇതൊക്കെ തീരും, പുതിയത് വാങ്ങിക്കണം. അപ്പം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അങ്ങനെ ദൈനംദിനമായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളും വരുന്നത്, ഡെയിലി ബേസിസിൽ ഉണ്ടാകുന്ന ചെലവുകളും കാര്യങ്ങളും വരുന്നതിന് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബഡ്ജറ്റ് ഔട്ട്ലൈൻസ് പർച്ചേസ് ഓഫ് എ ലാർജ് ഫിക്സ്ഡ് അസറ്റ്സ്. ഓക്കെ, സ്ഥിരമായിട്ട് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വേറെ എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം, എന്താ പറയണ്ടേ, ബെഡുകൾ അല്ലെ, അവിടുത്തെ ഹോസ്പിറ്റലിൽ വേണ്ട ബെഡുകൾ, ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക വെന്റിലേറ്ററുകൾ. അപ്പൊ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാൻ പോകുന്ന, വളരെ ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന ബഡ്ജറ്റ് വരുന്നത് ഏതാ പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. 3 പ്രാവശ്യമെങ്കിലും ഞാൻ അത് തെറ്റിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. സോ റൈറ്റ് ആൻസർ 90B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 91. ഹു സ്റ്റേറ്റഡ് ദാറ്റ് ബൈ എഡ്യൂക്കേഷൻ I mean on overall all-round drawing out of the best in the child and man in body, mind and spirit. Okay. ആരാണിത് പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ജോൺ ഡെവേ, ഓപ്ഷൻ ഡി സോക്രട്ടീസ് അല്ലെ, സോക്രട്ടീസ്. എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ. അപ്പൊ എഡ്യൂക്കേഷനില് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഫിലോസഫീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഇവർ തുടക്കത്തിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ എടുത്തു, ഡെഫിനേഷൻ തന്നെ ക്വസ്റ്റ്യൻ ആക്കി.
ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് അല്ലെ, ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, എസ്പെഷ്യലി മൈൻഡ്, എന്താ പറയണ്ടേ, ബോഡി ആൻഡ് സ്പിരിറ്റ് അല്ലെ. അത് പറഞ്ഞ ആരാന്നറിയാം, മഹാത്മാഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത് എഡ്യൂക്കേഷന്റെ ഡെഫിനേഷൻ പുള്ളിക്കാരൻ പറഞ്ഞാണ്. സോ മഹാത്മാഗാന്ധിയാണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. വിച്ച് ടീച്ചിങ് മെത്തേഡ് ഈസ് മോർ എഫക്റ്റീവ് ഇൻ ടീച്ചിങ് പ്രൊസീജിയേഴ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ? നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാ? ഇപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ലെക്ചർ മെത്തേഡിൽ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? കാര്യം മനസ്സിലാവും, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കണ്ടുപിടിക്കുമ്പോഴാണ് അല്ലെ. സോ ഡെമോൺസ്ട്രേഷൻ ഓപ്ഷൻ ഡി. സെമിനാർ, സിമ്പോസിയം, ലെക്ചർ മെത്തേഡ്. ഓപ്ഷൻ ഡി ഡെമോൺസ്ട്രേഷൻ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡെമോൺസ്ട്രേഷൻ ആണ് ബെസ്റ്റ് മെത്തേഡ് പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്? ലെക്ചർ, പാനൽ ഡിസ്കഷൻ, സെമിനാർ, സിമ്പോസിയം അല്ലെ. സിമ്പോസിയം, ലെക്ചർ മിനിമം 10-30 പേരെങ്കിലും ഉണ്ടാവും. സെമിനാറും ആളുണ്ട്. പാനൽ ഡിസ്കഷനിൽ ആള് പറയാം 4 to 8 മെമ്പേഴ്സ് ഒക്കെ പറയുന്നുള്ളൂ പാനൽ ഡിസ്കഷനിൽ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്ന, സോ അത് ഏറ്റവും ചെറിയ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പാനൽ ഡിസ്കഷൻ പറയാം. സോ 93 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്? അത് എന്താ പറയണ്ടേ, ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ആ ഒരു രീതി. സോ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ നഴ്സിംഗിൽ എഴുതി വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന MCQസിലൂടെയാണ് അല്ലെ. അപ്പൊ അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് ആൻസർ കിട്ടും. ടെസ്റ്റ് തിങ്കിങ് ലെവൽ, സ്വാഭാവികമായിട്ട് ടെസ്റ്റ് തിങ്കിങ് ലെവൽ ഉണ്ട് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്. മോർ കവറേജ് ഓഫ് കണ്ടന്റ് അല്ലെ, നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ പൂർണ്ണമായിട്ട് കവർ ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് അല്ലെ. ഈസി ടു കൺസ്ട്രക്ട്, എസ്എ ക്വസ്റ്റ്യൻസ് ഈസി ടു കൺസ്ട്രക്ട് ആണ്. സ്കോറിംഗ് ഈസ് സബ്ജക്റ്റീവ്, ഒബ്വിയസ്ലി അത് സബ്ജക്റ്റീവ് ആണ്. കാരണം മാർക്ക് ഇപ്പൊ ഒരു എസ്എ എഴുതിയ ഒരു 2 ടീച്ചർമാർ നോക്കാമെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ 8 മാർക്ക്, ചിലർക്ക് 9 മാർക്കും കിട്ടും. പക്ഷെ ഇതിന്റെ കഥ എങ്ങനെയല്ല അല്ലെ. നമ്മൾ ഇന്നലെ എഴുതിയ ക്വസ്റ്റ്യന്റെ എന്താ പറയുന്നത്, DME-യുടെ 100 മാർക്കിൽ നിങ്ങൾക്ക് അത് ഇപ്പൊ 4 പേര് അത് അസസ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരേ മാർക്ക് തന്നെ കിട്ടുള്ളൂ, മാറ്റം ഉണ്ടാവില്ല. കാരണം അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേക പേര് തന്നെ ഉണ്ട് അല്ലെ, ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, വ്യത്യാസങ്ങൾ വന്നേക്കാം. സോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ചേരാത്തത് മോർ കവറേജ് ഓഫ് കണ്ടന്റ് കവറേജ് ചെയ്യണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഏതൊക്കെ പോയിന്റുകൾ, പക്ഷെ മറ്റേ എസ്എയിൽ അത്ര കൃത്യമായിട്ട് കണ്ടന്റ് കവർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, മോർ കവറേജ് ഓഫ് കണ്ടന്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗ്രാഫിക് ടീച്ചിങ് മെത്തേഡ്? ഗ്രാഫിക് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, ചാർട്ട്, ഫ്ലാനൽ ബോർഡ്, പപ്പറ്റ്, മോഡൽ. എലിമിനേഷനിൽ കളയാം. ഫ്ലാനൽ ബോർഡും പപ്പറ്റും മോഡലും ഒക്കെ 3 ഡയമെൻഷണൽ ഏവിയേറ്റ്സ് ആണ്. പിന്നെ ചാർട്ടാണ് ഗ്രാഫിംഗിൽ വരുന്നത്. ഓക്കെ, ഗ്രാഫിൽ വരുന്നത്, ഗ്രാഫ് ടീച്ചിങ് എയ്ഡിൽ വരുന്നത് ചാർട്ടാണ്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി? ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് 2 രീതിയിൽ റിസർച്ച് സ്റ്റഡീസിനെ നമ്മൾ തിരിക്കും അല്ലെ. അതിനെ ഒരു നാച്ചുറൽ ഫോമിൽ അങ്ങനെ തന്നെ പഠിക്കുന്നതിന് നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്നും, ന്യൂമറിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റഡി ചെയ്യുന്നത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയും. ക്വാണ്ടിറ്റേറ്റീവ് തന്നെ എക്സ്പെരിമെന്റിലും ഉണ്ട്, നോൺ എക്സ്പെരിമെന്റിലും ഉണ്ട്. എക്സ്പെരിമെന്റിൽ തന്നെ എന്താ പറയുന്നത്, ട്രൂ എക്സ്പെരിമെന്റൽ, ക്വാസി എക്സ്പെരിമെന്റൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ടൈപ്പുകളുണ്ട്. നോൺ എക്സ്പെരിമെന്റിൽ ഡിസ്ക്രിപ്റ്റീവ് വരുന്നുണ്ട്, വേറെന്താ നമ്മുടെ കോറിലേഷൻ സ്റ്റഡി വരുന്നുണ്ട്, എപ്പിഡെമിയോളജിക്കൽ വരുന്നുണ്ട്, സർവേ മെത്തേഡ് വരുന്നുണ്ട്, അങ്ങനെ കുറെ ടൈപ്സ് വരുന്നുണ്ട്. വേറെ ഏത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് പറയുകയാണെങ്കിൽ ഏതൊക്കെ പറയാൻ പറ്റും? മറ്റേ എത്തനോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, കേസ് സ്റ്റഡീസ്, ഇതൊക്കെ വരുന്നത് എവിടാണ്? ക്വാളിറ്റേറ്റീവിലാണ്. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ ക്വാണ്ടിറ്റേറ്റീവ് ഏതാണ്, ക്വാളിറ്റേറ്റീവ് ഏതാണ്? ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി? ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, കേസ് സ്റ്റഡി വരില്ല, അത് നോൺ എക്സ്പെരിമെന്റൽ അല്ല, സോറി, ക്വാളിറ്റേറ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് വരും. ഡിസ്ക്രിപ്റ്റീവ് നോൺ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ്. പിന്നെ എത്തനോഗ്രാഫി ക്വാളിറ്റേറ്റീവ് ആണ്. ഗ്രൗണ്ടഡ് തിയറി അത് എന്താ പറയേണ്ടത്, ക്വാളിറ്റേറ്റീവ് ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വാല്യൂ ഇൻ എ ഡാറ്റ സെറ്റ്? സമാധാനമായി, സ്റ്റാറ്റിസ്റ്റിക്സ് ടച്ച് ആയിട്ടുണ്ട്, ഒന്നുമില്ല വിട്ടിട്ടുള്ളത്. അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാറിപ്പോയി. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വാല്യൂ ഇൻ ദി ഡാറ്റ സെറ്റ്? ഓക്കെ, ഒരു ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ അതിനെ എന്ത് പറയുന്നത്? മോഡ് എന്ന് പറയും അല്ലെ. മോഡ്
ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ഒരു 5 ഒരു 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, 4 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഏതാ പറയേണ്ടത്? എളുപ്പത്തിൽ പറയാം, 5നെ മോഡെന്ന് വിളിക്കാം. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതിന് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ മോഡെന്ന് വിളിക്കുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് മോഡാണ്. മീൻ എന്ന് പറയുമ്പോൾ ആവറേജ് പറയും, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് തമ്മിലുള്ള വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സാമ്പിളിംഗ് നമ്മൾ രണ്ടായിട്ട് തിരിക്കും, പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാൻഡം സെലക്ഷൻ ആയിരിക്കും, ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യപ്പെടാം. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ലോട്ടറി മെത്തേഡ്, സിമ്പിൾ എന്താ പറയുന്ന സാമ്പിളിംഗിന് എക്സാമ്പിൾ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗിന് എക്സാമ്പിൾ ആണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എക്സാമ്പിൾ ആണ്. അപ്പം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അങ്ങനെ തന്നെ പറയുന്നത്. രണ്ടാമത് സ്ട്രാറ്റിഫൈഡ് ഉണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ലോട്ടറി മെത്തേഡ്. കുറെ ആൾക്കാരുടെ പേര് ഇങ്ങനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറെ പേരുടെ പേരെഴുതി ഇടുക. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഒരു 10 സാമ്പിൾ ആണെങ്കിൽ റാൻഡം ആയിട്ട് ഒരു 10 പേരുടെ പിക്ക് ചെയ്തിടുക. നമ്മൾ മനഃപൂർവ്വം അല്ല, നമ്മൾ ആരെയും മനഃപൂർവ്വം ഇന്ന ആളെ എനിക്ക് വേണമെന്ന് വിചാരിച്ചിട്ടില്ല. അവർക്ക് എല്ലാവർക്കും ആ ഒരു 100 പേരിൽ നിന്നാണ് ഞാൻ ആ 10 പേരെ സെലക്ട് ചെയ്തെങ്കിൽ 100 പേർക്കും ഈക്വൽ ചാൻസ് ആയിരുന്നു അവിടെ സെലക്ട് ചെയ്യപ്പെടാൻ. അങ്ങനെ ഈക്വൽ ചാൻസ് ഉണ്ടെങ്കിൽ റാൻഡം സാമ്പിളിംഗ് ആണ് നടന്നതെങ്കിൽ അതിനെ എന്ത് പറയും നമ്മൾ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. നോൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? സെലക്ഷൻ ബൈ ചോയ്സ് എന്ന് പറയും. എന്റെ ഇഷ്ടത്തിന്, എന്റെ സൗകര്യത്തിന്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ, 10 പേരുള്ള എനിക്ക് അറിയാവുന്ന എന്റെ വീടിനടുത്തുള്ള 10 പേരെ എനിക്ക് അറിയാം, അവരെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യാം. അവിടെ ലോട്ടറി മെത്തേഡും ഇല്ല, യാതൊരുവിധ അങ്ങനത്തെ ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആ 10 പേരെ എന്റെ ഇഷ്ടത്തോടെ, അത് ബയാസ്ഡ് ആകാം, മുൻവിധിയോട് കൂടിയാകാം, അങ്ങനെ വരുന്നതിനാണ് എന്ത് പറയുന്നത്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന് എക്സാമ്പിൾ ഏതാ പറയാൻ പറ്റുന്നത്? അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. സിമ്പിൾ പറയും പ്രോബബിലിറ്റിക്ക്, സ്ട്രാറ്റിഫൈഡ് പറയാം, സിസ്റ്റമിക് പറയാം, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ പറയാം. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ പറയാം. പിന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് പർപ്പസീവ്, കൺവീനിയന്റ്, സ്നോബോൾ സാമ്പിളിംഗ്, അങ്ങനെയൊക്കെയുള്ള എല്ലാം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്, പർപ്പസീവ് അല്ല, നോൺ പ്രോബബിലിറ്റി ആണ്. കോട്ട സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റി ആണ്. സിസ്റ്റമാറ്റിക് വരുന്നത് എവരി കേത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണം ഒരു 100 പേരിരിക്കുന്നതിൽ ഓരോ 10ാമത്തെ ആളിനെ നമ്മൾ എടുക്കുന്നു. 100 പേരിരിക്കുന്നത് 1 2 3 4 5 6 7 8 9 10, പിന്നെ 20ാമത്തെ ആളിനെ, പിന്നെ 30ാമത്തെ ആളിനെ, അങ്ങനെ സെലക്ട് ചെയ്യുക. അതിനെ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. എവരി കേത്ത് പേഴ്സൺ എന്നൊക്കെ പറയും. സോ അതിനെയാണ് സിസ്റ്റമാറ്റിക്. സോ സിസ്റ്റമാറ്റിക് കൺവീനിയന്റും, മനസ്സിലാവുന്നുണ്ടോ, നോൺ പ്രോബബിലിറ്റി ആണ്. സോ റൈറ്റ് ആൻസർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എക്സാമ്പിൾ ഓപ്ഷൻ സി ആണ്, സിസ്റ്റമാറ്റിക്. കഴിഞ്ഞില്ല. വിച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾ റെപ്രസെന്റ്സ് ഔട്ട്കം ഓഫ് ദി ഇന്റർവെൻഷൻ ഇൻ ദി സ്റ്റഡി? ഒരു സ്റ്റഡിയുടെ ഇന്റർവെൻഷന്റെ ഔട്ട്കം, റിസൾട്ടിനെ കാണിക്കുന്ന ഏതാണെന്ന്. ഇൻഡിപെൻഡന്റ് അല്ല, ഡിസ്ക്രീറ്റ് അല്ല, എക്സ്ട്രേനിയസ് അല്ല, ഡിപെൻഡന്റ് ആണ്. ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതിന്റെ ഇന്റർവെൻഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ട് കിട്ടുന്ന എന്താണോ അതിനാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ്, അതിന്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്നു. ന്യൂമോണിയ ഉള്ള പേഷ്യൻസ്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഉള്ള പേഷ്യന്റ്, അവിടെ നമുക്ക് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോർഹെക്സിഡിൻ മൗത്ത് വാഷ് ആണ്. അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആയ ന്യൂമോണിയയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ ഔട്ട്കം, റിസൾട്ട് കിട്ടുന്നത് എന്താണ്? മനസ്സിലായി? ഇതൊക്കെ വേറെ രീതിയിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള, ഇപ്പൊ തന്നെ ഞാൻ ചുരുക്കിയതാ. സോ എന്തായാലും ആൻസർ ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? സെൻട്രൽ ടെൻഡൻസി ഒരു വാല്യൂ ഉണ്ടാവും. കുറെ ഒരു സെറ്റ് ഓഫ് വാല്യൂ എടുത്താൽ ഒരു വാല്യൂ ഉണ്ടാവും. അതിന് ചുറ്റുമായിരിക്കും കൂടുതൽ വാല്യൂസും മെജോറിറ്റി ഓഫ് ദി വാല്യൂസും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ, അല്ലെ? അപ്പം അതിനാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത. മനസ്സിലായോ? ഉദാഹരണം, ഒരു ക്ലാസ്സിൽ റിസൾട്ട് വന്നു, ഒരു മാത്സിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രീതി അനാട്ടമിയുടെ റിസൾട്ട് ആയിക്കോട്ടെ, 50 പേർക്ക് വന്നു. ഒരു മിഡിൽ വാല്യൂ ഉണ്ടാവും. അതിന് ചുറ്റുമായിരിക്കും കൂടുതൽ മാർക്കുകളും എത്തിയിട്ടുണ്ടാകുക. അതിനെ നടുക്ക് നിൽക്കുന്ന വാല്യൂവിനെ നമുക്ക് എന്താ പറയുക, ആവറേജ് ആയിട്ട് എടുക്കാം. ആവറേജ് എന്ന് പറയാം. സോ സെൻട്രൽ ടെൻഡൻസിയുടെ മെഷേഴ്സിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മീനും മീഡിയൻ മോഡും ഒക്കെയാണ്. ഓക്കെ, ഇവിടെ ഉണ്ടോ ഏതെങ്കിലും? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? റേഞ്ച്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മീഡിയൻ ആണ് റൈറ്റ് ആൻസർ. അപ്പം
എന്താ പറയണ്ടേ, കഴിഞ്ഞു. 100 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇത് നിങ്ങൾ മുന്നോട്ട് യൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ കാണുന്നില്ലെങ്കിലും DME കഴിഞ്ഞ് ഈ സമയത്ത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനം പറയുന്നതുകൊണ്ട് അതിനകത്തൊരു യുക്തിയില്ല. എന്നാലും എപ്പോഴെങ്കിലും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. പിന്നീട് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നമ്മൾ എന്തായാലും എക്സാംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നീട് ഒന്ന് എടുത്ത് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ DMEയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ തന്നെ കിടപ്പുണ്ടാവും. അന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഗുണപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഞാനിത് ചെയ്തിരിക്കുന്നു. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു മോട്ടിവേഷൻ ആണ് ഒരു ക്ലാസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇടുമ്പോഴേ നമുക്കൊരു സപ്പോർട്ട് തരിക എന്നുള്ളത്. ഞാൻ ശ്രദ്ധിച്ചു പലപ്പോഴും. അത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ ചില താല്പര്യമുള്ളവരുണ്ടാവും, മീൻസ് ആ ഒരു എക്സാമിന് നിൽക്കുന്നവരുണ്ടാവും. അതൊരു സപ്പോർട്ടും മോട്ടിവേഷനുമാണ് നമുക്ക്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നഷ്ടപ്പെടാനൊന്നുമില്ല. ഡേറ്റയുടെ ഇതല്ലാതെ ഉണ്ട്. അപ്പം അത് നമുക്ക് ചിലപ്പം അടുത്ത ആഴ്ച വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീഡിയോ ചെയ്യാം. നമ്മുടെ ഈ എന്താ പറയുന്നത് സമയക്കുറവുകൾക്കിടയിലാണ് ഇതിനൊരു സമയം കണ്ടെത്തുന്നത്. അപ്പൊ അതിനകത്തൊരു സന്തോഷം. ബിസിനസ് വേറൊരു സൈഡിലുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. വേറൊരു സൈഡിൽ ബിസിനസ് ഉണ്ട്. പക്ഷെ അതിലുപരി നിങ്ങൾക്കറിയാം, നമുക്കൊരു താല്പര്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ചില സമയത്തെങ്കിലും എനിക്ക് വിഷമം തോന്നാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ. ആ മുന്നിൽ കാണുന്ന ആ ലൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോലും ചിലർ മടിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം പലരും. ഓക്കെ. എക്സാംസുകൾ എഴുതുന്നത് തീർച്ചയായിട്ടും ഈ DME ഉൾപ്പെടെ പലതും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എനിക്ക് എടുത്ത ടോപ്പിക്കുകൾ ഈ 3-4 കൊല്ലമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. റാൻഡം ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഒരു എക്സാം അല്ലെങ്കിൽ വേറൊരു എക്സാം പലർക്കും ഗുണപ്പെടുന്നുണ്ട്. പക്ഷെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ, പക്ഷെ അവരോട് വളരെ നന്ദിയുണ്ട് എനിക്ക്. മനസ്സിലാവുന്നുണ്ടോ? അവര് നമ്മൾക്കൊരു മോട്ടിവേഷൻ ആണ്. ആ തരുന്ന ലൈക്കുകളായിക്കോട്ടെ, തരുന്ന കമന്റുകളായിക്കോട്ടെ, ഒരു താങ്ക്സ് ആണല്ലോ, നമ്മളത് കാണുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു മോട്ടിവേഷൻ ആണ്. അടുത്ത വീഡിയോ ബെറ്റർ ആയിട്ട് ചെയ്യണം, അടുത്ത ക്ലാസ് കുറച്ചുകൂടെ എഫോർട്ട് എടുത്ത് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഞാനിപ്പോ ഈ ഒരു അവസരത്തിന് അതങ്ങ് പറയാ കൃത്യമായിട്ട്. കാരണം പലരും, എനിക്ക് തോന്നുന്നത് മലയാളികൾക്കിടയിൽ കൂടുതലായിട്ടുണ്ട്. ഞാൻ എങ്ങനെ പറയുന്നില്ല, കമന്റ് ഇടണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താ, അത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഒരു ഇതും കൂടാണ്. ചിലപ്പോൾ അത് താല്പര്യമില്ല. ഈ പറഞ്ഞ പേഴ്സണലി എനിക്ക് തന്നെ അത് താല്പര്യമില്ലാത്തതാണ് പബ്ലിക്കിൽ പോയിട്ടൊരു കമന്റ് ഇടുക എന്നുള്ളത്. പക്ഷെ ഈ ലൈക്ക് അവിടെ അടിക്കുന്നതിൽ ഒരു നഷ്ടവും നിങ്ങൾക്കില്ല. പറയാൻ മനസ്സിലായി. നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ല ഒരു ലൈക്ക്. അത് ചെയ്യാൻ പോലും മടി എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ അതിനകത്ത് പറയേണ്ടത്. പറയാൻ മനസ്സിലായി. നല്ല എഫോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, മനസ്സിലാക്കുക. അത് ഇങ്ങനെ ചെയ്യുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ്സസ് പോകുന്നുണ്ട്. ഞാനത് ഒഴിച്ചു നിർത്തിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? ക്രാഷ് കോഴ്സിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ആ ക്ലാസ്സിനുള്ള സമയമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. ഞാൻ രാവിലെ ആ വീഡിയോ ഇട്ടു. പക്ഷെ ഇത് കാണും നിങ്ങൾ. ഇത് കിട്ടിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? പക്ഷെ അത് ചെയ്യുന്നവർക്കറിയാം. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും പറയാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുമ്പോൾ അത് കാണുമ്പം എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും കൂടുതൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്താനും അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾക്ക് തന്നെ ഗുണമായിട്ട് വരികയും ചെയ്യും. ഏതെങ്കിലും ഒരു എക്സാമിന് പഠിക്കുന്നവരുടെ കാര്യം പറയുന്നത്, ജസ്റ്റ് ടൈം പാസിന് നോക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് ഏതെങ്കിലുമൊക്കെ കോഴ്സിന് പോയി അവിടെ നിങ്ങൾക്ക് നഷ്ടം വരാത്തൊരു കാര്യമാണ് ആ ലൈക്കിലൊന്ന് അടിക്കുക എന്നുള്ളത്. ഞാൻ പറയേണ്ടി വന്നതിന്റെ കാര്യം ആ ഒരു രീതിയിൽ ചില സമയത്ത് പോകുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? എഫോർട്ട് എടുത്ത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനിരുന്നതല്ല. പെട്ടെന്നത് നിങ്ങളോട് ഫ്രാങ്കായിട്ട് അങ്ങ് പറയാനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും എന്റെ മനസ്സിൽ, കാരണം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് നല്ല തിരക്കിലായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം, സത്യസന്ധമായിട്ട് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നി. ഈ ക്വസ്റ്റ്യനില് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത് എന്നുള്ള വിശ്വാസം എനിക്ക് തോന്നി. ഏകദേശം നിങ്ങളോട് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച നമ്മുടെ റെഗുലർ ക്ലാസ് നഴ്സിംഗ് ഫ്ലിക്സിൽ പോകുന്നുണ്ട്. ഏകദേശം 76 തൊട്ട് 80 ക്വസ്റ്റ്യൻ ഞാൻ ഒരൊറ്റ റൗണ്ടിൽ നോക്കിയപ്പോൾ തന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴും അത് അവരെങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് സെക്കൻഡറി. മനസ്സിലാവുന്നുണ്ടോ? അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തവർക്ക് അത് ഓർത്തിരിക്കുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് തന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അത് പഠിച്ചാലല്ലേ കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി, എന്താ പറയുന്നേ, ഇതൊന്ന് ഡിസ്കസ് ചെയ്താലോ എന്ന് തോന്നി. ഇത് ഒറ്റയടിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, 100 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായി പണി വാളും. കാരണം അങ്ങനെ നിന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം 4 ക്വസ്റ്റ്യൻസ് പോലും, പക്ഷെ അത് ഓവർ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാറുള്ളത്. ആ 4 ക്വസ്റ്റ്യൻസ് പോലും എന്താ പറയണ്ടേ, സമയം എടുത്താൽ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതി അത്ര എക്സ്പ്ലനേഷൻ വേണ്ട, കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചു. അപ്പം അത് ഒറ്റ രീതിയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചെയ്തത്. സമയം ഒരുപാടായി പോവുകയും എന്താ പറയണ്ടേ,
തളർച്ച ഫീൽ ചെയ്യുകയും ചെയ്തു നിന്ന്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് ബാക്കി ഒരു പാട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം, അടുത്ത ബാക്കി പാട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ ഒരു ഫ്രഷ്നെസ്സും കിട്ടുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന്റെ തുടക്കത്തിൽ ഞാൻ ഡള്ളായിരുന്നു അല്ലെ, അത്ര ആത്മാർത്ഥത ഇല്ലായിരുന്നു എക്സ്പ്ലനേഷൻ. അത് എന്തുകൊണ്ടാണെന്നറിയാം, എനിക്ക് കിട്ടിയ റെസ്പോൺസ് അത്രയും കുറവായിരുന്നതുകൊണ്ടാണ്. ഞാനതങ്ങ് ഓപ്പണായിട്ട് പറയാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുന്ന കാര്യമല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, നമ്മളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അതിനനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, അത് ഇവിടെ വന്ന് നിന്ന് കാര്യങ്ങളായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് എന്താ പറയുന്നത്, ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ, നമുക്ക് ഇവിടെ നിർത്താം.